താങ്ക് യു ഡോക്ടർ ധനേഷ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 1903-ാം ദിവസമാണ്. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് ഒരു ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് ഡോക്ടർ TG മനോജ് കുമാറാണ്. ഡോക്ടറുടെ ഇന്നത്തെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ മനോജ് കുമാർ നമുക്ക് ഒത്തിരി വ്യത്യസ്തമായ വിഷയങ്ങളിൽ വളരെ തമാശയൊക്കെ കലർത്തി ക്ലാസ് എടുക്കുന്ന ഡോക്ടറാണ്. ഇന്ന് ഡോക്ടർ ഒരു വ്യത്യസ്തമായ വിഷയവുമായിട്ടാണ് വന്നിരിക്കുന്നത്. 2025-ലെ വൈദ്യശാസ്ത്രത്തിൽ നോബൽ സമ്മാനം കിട്ടിയ വിഷയം ആസ്പദമാക്കിയാണ് ഡോക്ടർ ഇന്ന് ക്ലാസ് എടുക്കുന്നത്. പെരിഫറൽ ഇമ്മ്യൂണോ ടോളറൻസ് എന്നുള്ളതായിരുന്നു ഈ വർഷത്തെ വൈദ്യശാസ്ത്രത്തിന്റെ നോബൽ സമ്മാനം കിട്ടാനിടയാക്കിയ വിഷയം. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഡോക്ടർ പറയും. അതും ഹോമിയോപ്പതിയുമായിട്ട് ബന്ധപ്പെടുത്തി എന്തൊക്കെയാണ് പറയാനുള്ളത് എന്നുള്ള വിഷയത്തിലെല്ലാം ഡോക്ടർ വിശദമായി നമുക്ക് പറഞ്ഞു തരും. നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെയും ആദരവോടെയും ഡോക്ടർ മനോജ് കുമാറിനെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുന്നു. നമസ്കാരം. പ്രിയപ്പെട്ട IFPHന്റെ കാഴ്ചക്കാരെ, കേൾവിക്കാരെ, ഇന്ന് മാഡം പറഞ്ഞതുപോലെ നമ്മൾ വൈദ്യശാസ്ത്ര നോബൽ സമ്മാനവും ഹോമിയോപ്പതി സാധ്യതകളും എന്നുള്ളതാണ് വിഷയം. അത് എന്തുകൊണ്ട് ഇങ്ങനൊരു വിഷയം തിരഞ്ഞെടുത്തു എന്ന് വെച്ചാൽ, പലപ്പോഴും നമ്മൾ ഈ ഒരു വാർത്തയിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ കേൾക്കുന്നു എന്നല്ലാതെ ഇത് എന്താണ് കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് ഉടനെ അടുത്ത ശാസ്ത്രശാഖകളും പ്രത്യേകിച്ച് മോഡേൺ മെഡിസിൻ അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്ന്. കാരണം അടുത്തൊരു ഭാവി പലപ്പോഴും ഈ നോബൽ സമ്മാനത്തെ ബേസ് ചെയ്തിട്ടുള്ള റിസർച്ചുകളും അതിൻ്റെ അനുബന്ധമായിട്ട്. പക്ഷെ മറ്റ് ആയുഷ് സിസ്റ്റങ്ങളൊന്നും തന്നെ ഇതിനെ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് പലപ്പോഴും ചിന്തിക്കാറില്ല. അപ്പോൾ നമ്മൾ ഇനി മുതൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമുക്ക് ഈ ലോകത്ത് നടക്കുന്ന എല്ലാ പ്രത്യേകിച്ച് വൈദ്യശാസ്ത്ര രംഗത്ത് ഉണ്ടാകുന്ന എല്ലാ ഇമ്പ്രൂവ്മെന്റ്സും നമ്മുടെ സിസ്റ്റത്തിനും നമുക്ക് ഉപയോഗിക്കാനുള്ള സാധ്യതകളുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ്, വാട്ട് ആർ ദ ഓപ്പർച്യൂണിറ്റീസ് അവർ ഫോർവേഡ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾക്ക് എങ്ങനെ ഉപയോഗിക്കാം. മുമ്പ് നമ്മളൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, 2016 ഒരു നോബൽ പ്രൈസ് ഇതുപോലെ വൈദ്യശാസ്ത്ര രംഗത്ത് കിട്ടിയിരിക്കുന്നത് ഓട്ടോഫാജി എന്ന് പറയുന്ന, അതിനെക്കുറിച്ച് ഞാൻ ഒരു ക്ലാസ് എടുത്തിരുന്നു. യോഷിനോരി ഓഷുമി എന്ന് പറയുന്ന 2016 നോബൽ പ്രൈസ് കിട്ടിയ ഒരു ഫൈൻഡിങ്സ് ഉണ്ടായിരുന്നു. ഓട്ടോഫാജി എന്നുള്ളതായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തത്തെ കുറിച്ച് ഞാൻ കഴിഞ്ഞ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെ സ്റ്റാർവേഷൻസ് ഒക്കെ കിടക്കുന്ന സമയത്ത് നമ്മുടെ ശരീരം തന്നെ നമുക്ക് രോഗം ബാധിച്ച കോശങ്ങളെയും അതുപോലെ ക്യാൻസർ ടിഷ്യൂസിനെല്ലാം സ്വയം തിന്നു തീർത്തോളും. അപ്പൊ അതുകൊണ്ട് ഫാസ്റ്റിങ്ങും ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങും എല്ലാം വളരെ ഗുണപ്രദമാണ് എന്നുള്ളൊരു ഒരു കാര്യമായിരുന്നു അദ്ദേഹം കണ്ടുപിടിച്ചിരുന്നത്. ഡോക്ടർ നജീബ് അഹമ്മദ്, എൻ്റെ ക്ലാസ്മേറ്റ് ഡോക്ടർ നജീബ് മുമ്പ് ക്ലാസ് എടുത്തപ്പോൾ ഫങ്ഷണൽ മെഡിസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ ഒരു കാര്യത്തെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അങ്ങനെയുള്ള ചില നോബൽ പ്രൈസസിന്റെ നോക്കണം. 2016 കഴിഞ്ഞിട്ട് ഇപ്പോൾ അത്രയും 9 വർഷമായിട്ടും ആ ഒരു റിസർച്ചിനെ കംപ്ലീറ്റ് വൈദ്യലോകം നിരാകരിക്കുന്നല്ല, അതിനെ അവിടെ വെച്ചിട്ട് അവസാനിപ്പിച്ചു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അത് ആൾക്കാരെല്ലാം പട്ടിണി കിടന്ന രോഗം മാറുമെങ്കിൽ, വലിയ മാരകമായ രോഗം മാറുമെങ്കിൽ പിന്നെ വൈദ്യശാസ്ത്രത്തിന് വലിയൊരു നഷ്ടമാണ്. കാരണം ഇവിടെ നമുക്കറിയാം വൈദ്യശാസ്ത്രം ഒരു കച്ചവട മേഖലയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കച്ചവട മേഖലയ്ക്ക് ഒട്ടും സാധ്യതയില്ലാത്ത ഒരു വലിയ കണ്ടുപിടുത്തത്തിനാണ് അന്ന് അവാർഡ് കിട്ടിയത്, നോബൽ പ്രൈസ് കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു റിസർച്ചുകളും പിന്നെ അതിന്റെ കാരണം ആശുപത്രികൾക്കൊന്നും ആവശ്യമില്ല. ആശുപത്രികള് മനുഷ്യന്മാരെ പട്ടിണി കിട്ടാൻ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചാൽ മാത്രം മതി, ഇവര് വലിയ മാരക രോഗങ്ങൾ മാറ്റും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം. പ്രൂവ് ചെയ്ത കാര്യങ്ങളാണല്ലോ. നോബൽ പ്രൈസ് കിട്ടുമ്പോൾ ചുമ്മാ ഡയലോഗ് മാത്രമല്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു നോബൽ പ്രൈസ് ആയിരുന്നു. ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്നത് നോബൽ പ്രൈസ് നിങ്ങൾക്കറിയാം
അത് പിന്നെ 3 പേർക്കാണ്, 3 പേർ കൂടിയാണ്. മേരി ബ്രോൺകോ, ഫ്രെഡ് റംസ്ഡെൽ ആൻഡ് ഷിമോൺ സുഖാഗുച്ചി. പടച്ചോനെ പേര് വായിക്കാനാണ് വിഷമം. എന്തെങ്കിലും ആട്ടെ. അപ്പൊ എന്തായാലും പേരൊക്കെ നിങ്ങൾ കാണാതെ പഠിച്ചാൽ മതി ആവശ്യമുള്ളവര്. അപ്പൊ ഇങ്ങനെ 3 പേര് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത്. ഈ നോബൽ പ്രൈസ് കിട്ടിയ കാര്യങ്ങള് നമ്മൾ മുമ്പ് പഠിച്ച ചില തിയറിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ യാഥാർത്ഥ്യത്തിലൂടെ കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. കാരണം നമ്മൾ മുമ്പ് പിന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ നിന്ന് തൈമസിന്റെ പ്രാധാന്യമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പ്രത്യേക രീതിയിലുള്ള കോശങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ എത്ര സഹായിക്കുന്നു എന്ന് വ്യക്തമായി അവർ കണ്ടുപിടിച്ചതിന്റെ പേരിലാണ് ഈ 3 പേർക്ക് അവർക്ക് നോബൽ പ്രൈസ് കൊടുത്തത്. അപ്പൊ അത് പിന്നെ ഫിസിയോളജിയിൽ നമുക്കറിയാം, മെഡിസിനും കൂടി ആയിട്ടാണ് ആ നോബൽ പ്രൈസ് ഉണ്ടാവുക. അപ്പൊ അത് പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ് എന്ന് പറയാം. ദാറ്റ് പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ്. അപ്പൊ അത് നമ്മുടെ ദാറ്റ് ഇമ്മ്യൂൺ പ്രിവെന്റ്സ് ഇമ്മ്യൂൺ സിസ്റ്റം ഫ്രം ഹാമിങ് ദ ബോഡി. നമ്മുടെ ശരീരത്തെ, നമ്മുടെ ഇമ്മ്യൂണിറ്റി, നമ്മുടെ പിന്നെ ഒരു ആ പ്രവണത അത് എങ്ങനെ നമ്മുടെ ശരീരത്തെ ബാധിക്കാതെ നോക്കുന്നു, അത് ആര് കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതൊക്കെയായിരുന്നു വിഷയം. അപ്പോൾ ആ ഒരു വിഷയത്തെ കുറിച്ച് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. ഒന്ന് ഹോമിയോപ്പതി വേർഡിലെ ഡോക്ടർമാർ ഓരോ പുതിയ ലോക കണ്ടുപിടുത്തങ്ങൾ ഞാൻ മുമ്പ് അങ്ങനെ ആലോചിച്ചിരുന്നു. കാരണം നമ്മൾ കുറേ ഡോക്ടർമാർ ഈ പുതിയ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും ശ്രദ്ധിക്കുന്നില്ല. അല്ലെങ്കിൽ അത് മാത്രമല്ല, ഇപ്പൊ റിസർച്ച് CCRH എത്ര റിസർച്ച് നടത്തുന്നു, നമ്മൾ എത്ര ഡോക്ടർമാർ അവർ റിസർച്ച് പേപ്പറുകൾ വായിച്ചു നോക്കുന്നുണ്ട്, പുതിയ ഡ്രഗ് പ്രൂവിങ്സ് നടത്തുന്നു. അപ്പൊ ഇതിനെക്കുറിച്ച് ഒന്നും ശ്രദ്ധിക്കാതെ പിന്നെ നമ്മൾക്കറിയാവുന്ന നമ്മൾ കൂപമണ്ഡപങ്ങളെ പോലെ ഇരിക്കാവുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെയുള്ള വലിയ അറിവുകളുടെ സാധ്യതകൾ നമ്മൾ ഓരോരുത്തർ ചിന്തിക്കുകയും നമ്മുടെ പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുകയും റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് ഇതിനകത്ത് എന്തുണ്ട്. കാരണം എല്ലാവരും റിസർച്ച് ചെയ്യാൻ പോവാണ് ഇതിനെക്കുറിച്ച്. അപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് ഇനി അടുത്ത കുട്ടികൾ ആരെങ്കിലും അവരൊരു തീസിസിന് പേപ്പറിന് റിസർച്ചിന് പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി, പുതിയ നോബൽ പ്രൈസ് വിന്നിങ്ങിന് ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്. അപ്പൊ അതിനും കൂടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റിമുലേഷൻ എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ ഈ ക്ലാസിന്റെ ഉദ്ദേശം. അപ്പൊ അവരുടെ ആ കണ്ടുപിടുത്തം അവർ പറയുന്നത് ക്യാൻസർ ട്രീറ്റ്മെന്റിനും അതുപോലെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ട്രീറ്റ്മെന്റിനും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഈ തൈമസിന്റെ പ്രാധാന്യത്തെ കുറിച്ച് 1980 തന്നെ നമ്മളൊക്കെ പഠിച്ചിരുന്ന ആ ഒരു പിന്നെ കാലഘട്ടത്തിൽ തന്നെ തൈമസിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കാരണം തൈമസ് എന്ന ഗ്രന്ഥിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയാം. നമ്മുടെ എന്താണ് സ്റ്റേണത്തിന്റെ അടിയിൽ ഹാർട്ടിന്റെ മുകളിൽ ചെസ്റ്റിന് നടുക്കായിട്ടുള്ള ഒരു ഗ്രന്ഥിയാണ്. അത് കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് ഉണ്ടായിരിക്കുക. അത് പ്രായം കൂടുന്നതിനനുസരിച്ച് അത് അതിന്റെ ശേഷി കുറഞ്ഞുകൊണ്ടിരിക്കും. അതിന്റെ സൈസ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഗർഭാവസ്ഥയിൽ തന്നെ മെച്യൂരിറ്റി എത്തുന്ന ഒരു ഗ്ലാൻഡാണ് ഈ തൈമസ് ഗ്ലാൻഡ്സ് എന്ന് പറഞ്ഞത്. തൈമസ് ഗ്ലാൻഡ്സിന്റെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സെൽസിനെ ടി സെൽസിനെ ടി ലിംഫോസൈറ്റ്സിനും അല്ലാതെ ടി തൈമസിന്റെയാണ്. അപ്പൊ സാധാരണ ബോൺമാരോയിൽ നിന്ന് വെളുത്ത രക്താണുക്കൾ ഉണ്ടായി കഴിഞ്ഞത് തൈമസ് വഴി പോയിട്ട് തൈമസ് ഇതിനെ ട്രെയിൻ ചെയ്യാറ്. തൈമസ് ഒരു കളരിയായിട്ട് എടുക്കുക. ഞാനതിനെ ലളിതമായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് വലിയ പണ്ടൊക്കെ ഫിസിയോളജി പഠിച്ചിട്ടുണ്ട്. പക്ഷെ പഠിക്കണ കാലത്ത് വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാത്തതുകൊണ്ടോ നമ്മൾ വേണ്ട രീതിയിൽ ഇത് നമ്മുടെ മാതൃഭാഷയിൽ മനസ്സിലാക്കാത്തതുകൊണ്ടോ പറ്റിയ കുറെ കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ ഈ വെളുത്ത രക്താണുക്കളിൽ നിന്ന് നമ്മുടെ ബോൺമാരായി ഉണ്ടാകുന്ന സാധനം തൈമസിൽ പോയിട്ട് തൈമസ് ഒരു കളരിയായിട്ട് ഇവരെ എന്താണ് അടിയും തടയും പഠിപ്പിക്കുകയാണ്. ഈ അടിയും തടയും പഠിപ്പിക്കുന്ന എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നമ്മുടെ കോശങ്ങൾ ആര് എന്ന് തിരിച്ചറിയണം, ശത്രുക്കൾ ആരെന്ന് തിരിച്ചറിയണം. ഇതാണ് പ്രധാനമായിട്ടുള്ള അവിടെ പാഠശാലയിലുള്ള കാര്യങ്ങൾ. അപ്പൊ ഇത്രയൊക്കെ ഒരു മിനിമമായിട്ട് നമ്മൾ ഒരു മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഈ പിന്നെ തൈമസിന്റെ ട്രീറ്റ്മെന്റ് അവരുടെ ആ കളറിയിലുള്ള ആ ഒരു ഇവരുടെ ട്രെയിനിങ്ങിന് പൊതുവെ പറയുക സെൻട്രൽ ടോളറൻസ് എന്നാണ്. അങ്ങനെ മനസ്സിലാക്കിയത് സെൻട്രൽ ടോളറൻസ് എന്ന് പറയും. എന്ന് വെച്ചാൽ അവരാണ് നമ്മുടെ ശരീരത്തിലെ ശരീരകോശങ്ങൾ ഏതാണ് തിരിച്ചറിയുക, അല്ലെങ്കിൽ മറ്റു കോശങ്ങൾ ഏതാണെന്ന് തിരിച്ചറിയുക. അപ്പോൾ ഈ അവിടെ നടക്കുന്ന കുറെ പരീക്ഷകളുണ്ട്. ഈ പരീക്ഷകൾ പാസ്സായിട്ട് വരുന്ന കോശങ്ങളെയാണ് ഈ ടി സെൽസിന് മാത്രമാണ് ബ്ലഡ് സ്ട്രീമിലോട്ട് വിടുക. അപ്പൊ അതിനാണ് ഈ സെൻട്രൽ ടോളറൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പം ഇങ്ങനെ ഈ കുറച്ച് കോശങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് ഈ പരീക്ഷ പാസ്സാകാണ്ട് മുങ്ങും. ചിലപ്പോൾ നമ്മൾ പോലെ തന്നെ പരീക്ഷ ജയിക്കാണ്ട് എങ്ങനെയെങ്കിലും ഇവിടുന്ന് സ്കിപ്പായി പോകുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോ ഈ മാഷുമാര് ചോദ്യപേപ്പർ നമ്മുടെ ഭാഗ്യത്തിന് പേപ്പർ നോക്കുന്ന എളുപ്പമാണെങ്കിൽ, അല്ലെങ്കിൽ ഭാര്യയോട് വഴക്കിട്ടിട്ടുള്ള സമയത്ത് പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെല്ലാം നോക്കിയും അവർ സന്തോഷത്തോടു കൂടി പേപ്പർ നോക്കിക്കൊണ്ടിരിക്കുക ചിലപ്പോൾ നമ്മൾ ജയിക്കുകയൊക്കെ ചെയ്യുമല്ലോ എന്ന് പറഞ്ഞ പോലെ
തൈമസിന് എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഇവന്മാർ കുറെ രക്ഷപ്പെട്ടു. പക്ഷെ ഇവര് ഈ T സെൽസ് ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇവന്മാര് ഇവരുടെ കയ്യിലിരിക്കുന്ന വാളും പരിചയം എടുത്തിട്ട് നമ്മുടെ സ്വന്തം കോശങ്ങളെ ആക്രമിക്കും. അങ്ങനെ സ്വന്തം കോശങ്ങളെ ആക്രമിക്കാതിരിക്കാൻ നമുക്കൊരു സപ്രസ്ഡ് T സെൽസ് എന്ന് പറഞ്ഞിട്ട് ഇവന്മാരെ സപ്രസ് ചെയ്യുന്ന ഒരു T സെൽസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ ഈ സപ്രസ്ഡ് T സെൽസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പോ അങ്ങനെ യഥാർത്ഥത്തില് അവയുടെ സാധ്യതകൾ ഉണ്ട് എന്ന് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുകയും അവർക്ക് റെഗുലേറ്ററി T സെൽസ്, T റെഗുലേറ്ററി എന്നുള്ള അർത്ഥത്തിൽ ട്രഗ് സെൽസ് എന്ന് പറയുന്ന രീതിയിൽ അവർക്ക് പുനർനാമകരണം ചെയ്യുകയും ഒക്കെ ചെയ്തതിന്റെ പേരിലാണ് ഇവർക്ക് ഇപ്പൊ നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ T സെൽസ് തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റിയിൽ ഡിഫൻസ് മെക്കാനിസം കുറെ സഹായിക്കുന്ന ആൾക്കാരാണ്. അതിൽ ഹെൽപ്പർ T സെൽസ് എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. അവരാണ് ശരീരത്തിൽ ഇങ്ങനെ പെട്രോളിംഗ് നടത്തിക്കൊണ്ടിരിക്കുക. നമ്മുടെ എവിടെയെങ്കിലും ഒരു അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ അലേർട്ട് ആക്കുക എന്ന അവരുടെ ജോലി. കില്ലർ T സെൽസ് ഉണ്ട്. അത് ഇവന്മാര് കുറച്ചവന്മാര് ഇത് എവിടെയൊക്കെ ഉണ്ടെന്ന് കണ്ടുപിടിക്കും, കൊല്ലാൻ വേണ്ടിയിട്ട് വേറെ ആൾക്കാരൊക്കെയാണ്. അപ്പൊ ഇതെല്ലാം ഉത്പാദിപ്പിക്കുന്നത്, ഇതെല്ലാം ട്രെയിനിങ് നടക്കുന്നത് നമ്മുടെ തൈമസ് ഗ്ലാൻഡാണ്. ഈ മോഡേൺ മെഡിസിനകത്ത് ഈ തൈമസ് ഗ്ലാൻഡ്സിനൊന്നും പിന്നെ പ്രാധാന്യമില്ല. ഇവരുണ്ടാക്കുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ച് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് അതിനകത്ത് കുറച്ച് പ്രാധാന്യമുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ശരിക്കും ഈ തൈമസ് എന്നുള്ള വാക്ക് അല്ല ഗ്രീക്ക് വേർഡാണ്. ആ ഗ്രീക്ക് വേർഡിന്റെ അർത്ഥം തന്നെ സോൾ എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ശരീരത്തിന് അവരുടെ ആത്മാവ്, ശരീരത്തിന്റെ ആത്മാവ്. നമ്മള് പിന്നെ ഈ യോഗയില് അവരുടെ 6 സ്റ്റെപ്സ് ഉണ്ട്. ഓരോരോ പിന്നെ നമ്മുടെ ഓരോരോ പൊസിഷൻസ് പറയുന്നത്. അപ്പൊ അതിനകത്ത് അനാഹതം, വിശുദ്ധി എന്നൊക്കെ പറയുന്ന കുറെ ചക്രാസ് ഉണ്ട്. അപ്പൊ ഈ ചക്രാസിൽ ഒന്നിന്റെ പൊസിഷൻ ഹാർട്ടാണ് എന്ന് പറയുന്നതിന് ഒരുപക്ഷെ ഈ തൈമസ് ആകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് യോഗയോട് താല്പര്യമുള്ള ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇവയുടെ പ്രവർത്തന രീതി എങ്ങനെയാണെന്ന് ഒരു വീഡിയോ അല്ല ഒരു ഓഡിയോ ഞാൻ ജസ്റ്റ് ഓഡിയോ ഷെയർ ചെയ്യാം. ഓക്കെ, ഷെയർ സ്ക്രീൻ. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ. അപ്പൊ ഇതിനകത്ത് ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ തൈമസ് ഗ്ലാൻഡിന്റെ പൊസിഷൻ നമുക്ക് കാണാം. ഇപ്പൊ ഈ തൈമസ് ഗ്ലാൻഡ് എന്താ ചെയ്യുന്ന വെച്ചാൽ എവറി T സെൽ ഹാസ് എ യുണീക് ഷേപ്പ് T സെൽസ് റിസപ്റ്റേഴ്സ് ഓൺ ഇറ്റ്സ് സർഫേസ്. ഈ സാധാരണ T സെല്ല് അല്ല, ഈ സാധാരണ ഈ പിന്നെ നമ്മുടെ വെളുത്ത രക്താണുക്കളില് ഈ തൈമസിലോട്ട് എത്തിക്കഴിഞ്ഞാൽ തൈമസ് ഇവന്റെ മുകളിൽ കുറച്ച് ഡെക്കറേഷൻസ്, ഈ തൈമസ് സെല്ലാണ് ഇവന്മാരെ തിരിച്ചറിയിക്കാൻ ടെസ്റ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത്. എവറി T സെൽ ഹാസ് എ യുണീക് ഷേപ്ഡ് T സെൽ റിസപ്റ്റർ ഓൺ ഇറ്റ് സർഫസ്. അതിന്റെ മുകളിൽ ഒരു T സെൽ റിസപ്റ്റർ എന്ന് പറയുന്ന ഒരു സാധനങ്ങളുണ്ടോ, അവിടെ ആ 3 പിന്നെ മുകളിൽ T എന്ന് എഴുതിയിരിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ തൈമസ് സെല്ലിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സ്പെഷ്യൽ സെൽസ് ഇൻ ദ തൈമസ് ഹോൾഡ് ദ ഫ്രാഗ്മെന്റ്സ് ഓഫ് ദ ബോഡീസ് ഓൺ പ്രോട്ടീൻസ് ടു ദ T സെൽസ് എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൈമസിന്റെ ഉള്ളില് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളുടെയുമായിട്ടുള്ള ചില പ്രോട്ടീൻസ് ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഇവിടെ തൈമസ് സെല്ല് കാണിക്കുന്നുണ്ട്. ഈ തൈമസിന്റെ ചുറ്റും ഇങ്ങനെയുള്ള കുറെ സാധനങ്ങൾ ഫിറ്റ് ആക്കിയിട്ട്, അപ്പോ എന്നിട്ട് ഈ T സെൽസിനെ പഠിപ്പിച്ച T സെൽസിനെ ഇതിന്റെ അടുത്തേക്കടെ ഇങ്ങനെ വിട്ട് കഴിയുമ്പോൾ T സെൽസ് ദാറ്റ് അറ്റാക്ക് ദ പാർട്ട് ഓഫ് ദ ബോഡീസ് പ്രോട്ടീൻ, നമ്മൾ ഏതെങ്കിലും പ്രോട്ടീനിൽ കയറിയിട്ട് ഇവന്മാരെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇവന്മാരെ പിടിച്ച് പുറത്താക്കും. അതൊന്നുമല്ലാതെ ഈ നമ്മുടെ ബോഡിനെ ഒരു പ്രോട്ടീൻസിനെ ആക്രമിക്കാത്ത സാധനങ്ങളെയാണ് ഇവന്മാര് നമ്മുടെ രക്തചംക്രമണത്തിന് വിടുക. ഇവന്മാർക്ക് ശത്രുക്കളെ മാത്രമേ ആക്രമിക്കാനുള്ള ശേഷി ഉണ്ടാവൂ എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു വളരെ ഇതായിട്ട് നമുക്ക് ഒരൊറ്റ ചിത്രം കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമെന്ന് കരുതാം. അപ്പൊ ഈ പിന്നെ ഈ തൈമസ് ഗ്ലാൻഡ്സിന് കുറെ ഫങ്ഷൻസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഒന്ന് T സെൽ പ്രൊഡക്ഷൻ തന്നെയാണ്. ആ T സെൽസ് ആണ് ബാക്ടീരിയൻ വൈറസിനെല്ലാം കൊല്ലാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ 2 ഇമ്മ്യൂൺ സിസ്റ്റം ട്രെയിനിങ്, നേരത്തെ പറഞ്ഞ സെൻട്രൽ ടോളറൻസ് എന്ന് പറഞ്ഞ ഇമ്മ്യൂൺ സിസ്റ്റം പിന്നെ ടോളറൻസ്. മൂന്നാമത്തത് തൈമോസിൻ എന്ന് പറയുന്ന പിന്നെ ഹോർമോൺ പ്രൊഡക്ഷൻ ആണ്. അപ്പൊ അത് മെച്ചുറേഷൻ ഓഫ് ദ T സെൽസിനൊക്കെ സഹായിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഫങ്ഷൻ ആയിട്ട് വരും. ഇനി നേരത്തെ പറഞ്ഞാൽ ഈ തൈമസ് ഗ്ലാൻഡ് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ, ഫോർച്ചുനേറ്റ്ലി മോസ്റ്റ് ഓഫ് ദ T സെൽസ് ആർ പ്രൊഡ്യൂസ്ഡ് ബിഫോർ യു ആർ ഈവൻ ബോൺ എന്നുള്ളതാണ്. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ തൈമസ് ഗ്ലാൻഡ് മാക്സിമം ആക്ടിവേറ്റഡ് ആയിരിക്കും. ആവശ്യമുള്ള T സെൽസിനെ എല്ലാം നമ്മുടെ ശരീരം സെറ്റാക്കി വച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമുക്ക് കുട്ടിയായിരിക്കുമ്പോൾ രോഗം വരാത്ത അധികം രോഗങ്ങളൊന്നും വരാത്തതിന് കാരണവും ഇത് തന്നെയാണ്.
അപ്പൊ ശരീരം ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് ചൈൽഡ്ഹുഡിലും അഡോളസൻസും പീരീഡ്സിലും മാത്രമാണ് ഏറ്റവും കൂടുതൽ തൈമസ് ആക്റ്റീവ് ആയിരിക്കുക. നമുക്കറിയാം ഗ്രോത്ത് സ്പെർട്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ശരീരം ഒറ്റയടിക്ക് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയല്ലോ. നമ്മുടെ 2 ഗ്രോത്ത് സ്പെർട്ട് ആണ് ഉണ്ടാവുക എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ ഗ്രോത്ത് സ്പെർട്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ജനിക്കുമ്പോൾ 2.5-3 കിലോ ഉണ്ടാവുന്ന കുട്ടി ഒറ്റ കൊല്ലം കൊണ്ട് 10 കിലോ എന്ന് വെച്ചാൽ 3 ഇരട്ടി വലിപ്പം വരും. നമ്മൾ ആ രീതിയിൽ ഒരു കൊല്ലം കൊണ്ട് 3 ഇരട്ടി വലിപ്പം വെച്ചിരുന്നെങ്കിൽ ഇപ്പോൾ 50 വയസ്സുള്ള ഞാനും ഒക്കെ എത്ര വലിപ്പം എത്തുന്നു നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെ അങ്ങോട്ട് വളരില്ല. അപ്പൊ കുറച്ചു കാലം അങ്ങനെ അങ്ങോട്ട് വളരും. ആ ചൈൽഡ്ഹുഡ് കഴിഞ്ഞാൽ പിന്നെ അവിടെ വളർച്ച നിൽക്കും. പിന്നെ അഡോളസന്റ് ഏജ് ആണ്. അഡോളസൻസ് ഏജിൽ നമുക്കറിയാം ആ ടീനേജ് പ്രായത്തിൽ ഇതുപോലെ ശരീരം ഒരു വളർച്ച അങ്ങോട്ട് വളരും. നമ്മള് പിന്നെ 1 വർഷം കൊണ്ട് 2 വർഷം കൊണ്ടൊക്കെ നമ്മുടെ മക്കളെ നമ്മൾ മറ്റുള്ള കുറച്ചു കാലം കാണാതിരിക്കുന്ന ആൾക്ക് കണ്ടാൽ തിരിച്ചറിയാത്ത രീതിയിൽ ശരീരത്തിന് വളർച്ച വരുന്ന ഒരു ഘട്ടം വരും. ഈ 2 ഘട്ടങ്ങളിലൊക്കെയാണ് ഈ തൈമസ് ഗ്ലാൻഡ് ഏറ്റവും ആക്റ്റീവായിട്ട് വർക്ക്. അതിനുശേഷം അത് ഷ്രിങ്ക് ചെയ്യുള്ളൂ. അതിന്റെ പ്രവർത്തനം തീർത്തും ഇല്ലാണ്ടാവുന്നില്ല എന്നുള്ള കാര്യം ഓർക്കുക. ജന്മന ഈ പിന്നെ തൈമസ് ഗ്ലാൻഡ് ഇല്ലാത്ത ഒരു പിന്നെ കേസ് ഉണ്ട്, കണ്ടീഷൻ ഉണ്ട്. ഡിജോർജ് സിൻഡ്രോം എന്ന് പറയും. എനിക്ക് ഒരു കേസ് കിട്ടുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടായിരുന്നു ഈ പേര് കേൾക്കുന്നത്, സത്യം പറയാലോ. ഡിജോർജ് സിൻഡ്രോം എന്ന് അവരെ വലിയ കാര്യമായിട്ട് അവർക്ക് പേഷ്യന്റ് അമ്മയ്ക്ക് അച്ഛനൊക്കെ ഭയങ്കര ഈസി ആയിട്ട് അവർ കൊച്ചിനെങ്ങനെ ഡിജോർജ് ആണെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അതേത് ജോർജ് ആണ് എന്ന് ഞാൻ ആലോചിക്കുകയും തന്ത്രപൂർവ്വം ഞാൻ മൊബൈലിൽ എടുത്ത് നോക്കും. ഓഹോ, അപ്പോഴാണ് ഇതാണ് സംഭവം. അപ്പൊ ഇതിനകത്ത് പിന്നെ ഈ കൊച്ചിന്റെ ഇമ്മ്യൂണിറ്റി പൂർണ്ണമായിട്ടും പോയിട്ടുണ്ടാവും. അപ്പൊ കൺജന്റലായിട്ട് കുട്ടിക്ക് എന്ത് അസുഖം വരാം. അപ്പൊ അത് കൊച്ചിനെ കംപ്ലീറ്റ് ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് അവർ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ട്യൂബിലിട്ട് പോലെയാണ് കൊണ്ടുവരിക. അപ്പൊ പിന്നെ അതുകൊണ്ട് ഭയങ്കര ഡേഞ്ചറസ് ആണ് കണ്ടീഷൻ. കുട്ടി എങ്ങനെ ജീവിച്ചുകൊണ്ട് ഒരു ജലദോഷം പോലും പിടിക്കാൻ പറ്റില്ല. അപ്പൊ ഞാനത് നമ്മുടെ അടുത്ത് കൊണ്ടുവന്നിരുന്നു. എനിക്ക് 1-2 പ്രാവശ്യം അവർ എൻ്റെ അടുത്ത് വന്നിട്ടുള്ളൂ. പിന്നെ അവർ എങ്ങനെ എന്തായെന്ന് അറിയില്ല. ഞാൻ മെഡിസിൻ കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. മാറ്റാൻ നമുക്ക് പറ്റിയ തൈമസ് ഗ്ലാൻഡേ ഇല്ലാതെ വരുന്ന ഒരു കണ്ടീഷൻ. അപ്പൊ ഇത് തന്നെ അക്യൂട്ട് ആയിട്ടുള്ള പിന്നെ കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ എയ്ഡ്സിലൊക്കെ വരുന്നതിനേക്കാളും വളരെ ഭീകരമാണ്. ഞാൻ അതിനകത്ത് പിന്നെ എയ്ഡ്സിന് അതിന്റെ മലയാളം എഴുതിയിരിക്കുന്ന ഞാൻ ഒരു ഐഡിയിൽ ഒരു സ്ക്രീനിൽ എഴുതിയിട്ടുണ്ട്. അത് എന്തിനാ കാര്യം എന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം മലയാള ഭരണഭാഷ വാരാചരണമായിരുന്നു ഡിപ്പാർട്ട്മെന്റ് വക. അപ്പൊ ഞാനും തിരുവനന്തപുരത്ത് വെച്ചിട്ടായിരുന്നു പരിപാടി. ഞാനും പോയിട്ടുണ്ട്, സമ്മാനമൊക്കെ കിട്ടി, 3ാം സ്ഥാനമൊക്കെ കിട്ടിയോളെങ്കിലും അവിടെ ഈ പരിഭാഷ ചോദിക്കും. അപ്പൊ അതിനകത്തൊരു പഠിച്ചൊരു പരിഭാഷയാണ് എയ്ഡ്സിന്റെ മലയാളം എന്താന്ന് പറയും. ആർജിത രോഗപ്രതിരോധ ശേഷി ശക്തിക്ഷയ സാകല്യം എന്നാണ്. നമ്മള് മനോജ് ഡോക്ടറൊക്കെ പിന്നെ അവിടുത്തെ മലയാള ഭാഷ എന്താ വാരാചരണം ആചരിക്കുന്നതിന്റെ ഗസ്റ്റ് ഒക്കെ ആയിരുന്നു എന്ന് പറഞ്ഞ് മനോജ് ഡോക്ടറെ പോലുള്ളവരൊന്ന് കേട്ടിരിക്കുന്നത് നല്ലതായിരിക്കും. ആർജിത രോഗപ്രതിരോധ ശേഷി ശക്തിക്ഷയ സാകല്യം ഒരു ചോദ്യം ചോദിക്കാൻ പറ്റുന്ന സാധനമാണ് കേട്ടോ. സാറായിരുന്നു അവിടെ മലയാളം ഭാഷ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു, തിരുവനന്തപുരത്തുണ്ടായിരുന്നു. സാറിന്റെ അവിടുന്ന് പിന്നെ കഴിഞ്ഞ ആരും എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, അതുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാല് ഇത് അക്വേർഡ് ആണ്. ഇതല്ലാതെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുന്ന ഒരു കണ്ടീഷനാണ് നമ്മൾ ഈ രോഗത്തിനകത്ത് ഡിജോർജിനകത്ത് പറയും. അപ്പൊ ഇതിനകത്ത് ഈ റെഗുലേറ്ററി T സെൽസിന്റെ കണ്ടെത്തി എന്നുള്ളതാണ് അവർക്ക് ആ നോബൽ പ്രൈസ് കിട്ടാനുള്ള ഒരു കാര്യം എന്നുള്ള കാര്യം. അപ്പോൾ അതിനകത്ത് ഈ തൈമസ് നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് പലവിധ രോഗങ്ങൾ വരും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അതിനകത്ത് നമ്മുടെ റോൾ ഓഫ് ഹോമിയോപ്പതി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഈ തൈമസ് ഗ്ലാൻഡിന് ഇത്രയും പ്രാധാന്യം ഉണ്ടെങ്കിലും മോഡേൺ മെഡിസിനകത്ത് ഈ തൈമസ് ഗ്ലാൻഡിനല്ല പ്രാധാന്യം അവർ കൊടുക്കുക. അവര് ഈ T സെൽസിന്റെ അല്ലെങ്കിൽ ട്രഗ് സെൽസ് എന്ന് പറയുന്ന അവരുടെ സാന്നിധ്യം എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനെ മാനിപ്പുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് അവർ കണ്ടുപിടിച്ചത്. അവർ ശ്രമിക്കുന്ന കാര്യങ്ങൾ അതാണ്. അപ്പൊ അതിനായിട്ട് അവര് പിന്നെ കുറെ രോഗങ്ങൾ ഫൈൻഡിങ്സ് നടത്തിയിരുന്നു. അതിനകത്ത് നിങ്ങൾക്കറിയാം ALS എന്ന് പറയുന്ന രോഗം നിങ്ങൾ അറിയില്ല, എമൈട്രോഫിക് ലാറ്ററൽ സ്ക്ലിറോസിസ് എന്ന് പറയുന്ന നമ്മുടെ സ്റ്റീഫൻ ഹോക്കിൻസിന്റെ പേരിൽ ഫേമസ് ആയിട്ടുള്ള രോഗം ഉണ്ടല്ലോ. അപ്പൊ അതിനകത്തൊക്കെ അവര് ഫൈൻഡിങ്സ് റിസർച്ച് നടത്തിയിരുന്നു. ആ റിസർച്ചിനകത്ത് പിന്നെ ഇങ്ങനെയുള്ള മെഡിസിൻസ് ഈ ഡ്രഗ് സെൽസിനെ കുത്തിവെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഇമ്പ്രൂവ്മെന്റ് കാണുന്നു എന്നുള്ള ഇപ്പൊ തന്നെ അവർ റിസർച്ചിലൂടെ നടത്തിയിട്ടാണ് പറയുന്നത്. അതുപോലെ ഈ ഓട്ടോമ്യൂൺ ഡിസീസ് സാധ്യതയുള്ള ഫാമിലിയിൽ ഹെൽത്തി പ്രഗ്നൻസി അത് കുട്ടികളിലോട്ട് വ്യാപിക്കാതിരിക്കാൻ ഇങ്ങനെയുള്ള രോഗങ്ങൾ ഈ നമ്മുടെ ഡ്രഗ് സെൽസിനെ ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റും എന്നുള്ള ഫൈൻഡിങ്സ് ഉണ്ടായിരുന്നു. അവർ എലിയിൽ നടത്തിയ ഒരു പരീക്ഷണത്താണ്. അതിനകത്ത് നമ്മൾ 3 പേര് വായിച്ചതിനകത്ത് സഖാഗുഷി എന്ന് പറയുന്ന ആള് നടത്തിയ റിസർച്ച് ഇങ്ങനെയായിരുന്നു. ജനിച്ച എലിക്കുഞ്ഞിൽ നിന്ന് തൈമസ് ഗ്ലാൻഡ് റിമൂവ് ചെയ്തു.
അപ്പോൾ ആ തൈമസ് ഗ്ലാൻഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഈ പിന്നെ തൈമസ് ഗ്ലാൻഡേ ഇല്ലാത്തതുകൊണ്ട് കളരി പഠിക്കാത്ത ആയുധധാരികളായ യുവമാരെല്ലാവരും പിന്നെ ടീസൽസ് എല്ലാം പുറത്തിറങ്ങും. ആ ടീസൽസ് എല്ലാം പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഈ എലികൾ രോഗബാധിതരാകും. ഓവർ ആക്റ്റീവ് ഇമ്മ്യൂൺ സിസ്റ്റമായിട്ട് സർവ്വകോശങ്ങൾ, നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളും ഇവർ നശിപ്പിക്കും. എലികൾ രോഗബാധിതരാകും. അപ്പൊ അതിനകത്ത് ഇങ്ങനെ തൈമസ് റിമൂവ് ചെയ്ത കുറച്ച് എലികളിൽ ഇദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ചാൽ ഹെൽത്തി ആയിട്ടുള്ള എലികളിൽ നിന്ന് സഹോജി ഇഞ്ചക്റ്റഡ് മൈസ് വിത്ത് മെച്ചർ ടീസൽസ് ഫ്രം അതർ മൈസ്, മറ്റ് എലികളിൽ നിന്ന് എടുത്ത ഈ ടീസൽസ് കുത്തിവെച്ചപ്പോൾ ഈ എലിക്കുഞ്ഞുങ്ങളെല്ലാം, ബാക്കിയുള്ള എലിക്കുഞ്ഞുങ്ങളെല്ലാം ആരോഗ്യത്തോടു കൂടി വളർന്നു വന്നു എന്നുള്ളതായിരുന്നു അവരുടെ ഫൈൻഡിങ്. അപ്പൊ അങ്ങനെയാണ് അദ്ദേഹം അത് പ്രൂവ് ചെയ്യുകയും അതിന്റെ പേരിലേക്കാണ് റിസർച്ച് അവർക്ക് നോബൽ പ്രൈസ് കിട്ടുകയും ചെയ്തത്. അപ്പോൾ നമുക്ക് ഒരു ഓട്ടോമിയൻ ഡിസീസിനകത്ത് നമ്മൾ ഇതുവരെ ഉപയോഗിക്കാത്ത ഒരു മെഡിസിനെ കുറിച്ച് നമുക്ക് ഒരു സാധ്യത തെളിഞ്ഞു വരികയാണ്. അത് തൈമസ് എന്ന് പറഞ്ഞ മെഡിസിൻ നമുക്ക് ഉണ്ടോ? ആർക്കെങ്കിലും ഉള്ളതായിട്ട് അറിയാമോ? എന്ന് വെച്ചാൽ നോസോഡായിട്ട് തൈമസ് എന്ന് പറയുന്ന ഒരു മെഡിസിനുള്ള ഒരു സാധ്യത, ഞാൻ പറയുന്ന ഈ റിസർച്ചിനെ എങ്ങനെ ഹോമിയോപ്പതി ആയിട്ട് കണക്ട് ചെയ്യാന്നുള്ളതാണ്. ഒരു നോസോഡ് ഇല്ല എങ്കിൽ ഒരു നോസോഡിന്റെ ഒരു സാധ്യത അവിടെ ഉണ്ട്. കാരണം ഓട്ടോമിയൻ ഡിസീസ് നമ്മൾ പലരും ട്രീറ്റ് ചെയ്യുന്ന രീതിയുണ്ട്. ആ ഓട്ടോമിയൻ ഡിസീസ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നുള്ളതും കാര്യങ്ങളും കൂടി നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. പക്ഷെ എന്നിരുന്നാൽ പോലും അങ്ങനെയുള്ള ഒരു ഓട്ടോമ്യൂൺ ഡിസീസിനെ ട്രീറ്റ് ചെയ്യാൻ നമുക്ക് ഭാവിയിൽ തൈമസ് എന്ന് പറയുന്ന ഒരു മെഡിസിനെ കണ്ടെത്തേണ്ടത് ഒരു ആവശ്യമായിട്ട്. ഇതുവരെ നമുക്ക് ആവശ്യങ്ങളല്ല, ഓരോ മെഡിസിൻ കണ്ടെത്തിയിട്ട് നമ്മൾ ആ മെഡിസിനെ കൊണ്ടിട്ട് നമ്മളടുത്ത പിന്നെ അത് പ്രൂവ് ചെയ്തിട്ടുള്ള കളികളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടതായ ഒരു മെഡിസിൻ തൈമസ് എന്ന് പറയുന്ന ഒരു നോസോഡാണ്. ആ തൈമസ് ഞാൻ നോക്കി, എനിക്ക് ഒരു ലിറ്ററേച്ചറും ഒരിടത്തും തൈമസ് എന്ന് പറഞ്ഞ നോസോഡ് ഉള്ളതായിട്ട് കണ്ടില്ല. അപ്പം പക്ഷെ നമ്മൾ തെറ്റിദ്ധരിക്കുന്ന കുറച്ച് നോസോഡുകളുണ്ട്. അവയെ കൂടെ ഇംഗ്ലീഷ് പറയാം. തൈമസ് എന്ന് പറഞ്ഞ പ്ലാന്റ് ഉണ്ട്. തൈമസ് വൾഗാരിസും തൈമസ് സെറിഫലം എന്ന് പറയുന്ന ഇന്ത്യൻ പ്ലാന്റുകൾ ഹോമിയോപ്പതിയിൽ മെഡിസിൻസ് ആണ്. ഈ പ്ലാന്റ് മെഡിസിൻസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്, നമുക്ക് പിന്നെ ലഭ്യമാണ് ഈ മരുന്നുകളെല്ലാം. അപ്പൊ ഇവയൊന്നും തെറ്റിദ്ധരിക്കരുത്. അതുപോലെ തൈമോളം എന്ന് പറഞ്ഞ ഒരു മരുന്നുണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും. ബോറിക്കിനകത്ത് സ്പെസിഫിക് ഫോർ ഹുക്ക്വേം ഡിസീസ് എന്ന് പറയുന്ന പിന്നെ ബോറിക്കിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു മെഡിസിനാണ് തൈമോളം. അപ്പൊ ഇതൊന്നും കണ്ടിട്ട് ഈ തൈമസ് കണ്ടിട്ട് ആ തൈമസ് ആണ് ഈ തൈമസ് ഒന്നും ധരിക്കരുത്. തൈമസ് വൾഗാരിസും തൈമസ് സെറിഫലം ഒന്നും നമ്മുടെ ഈ തൈമസ് പ്ലാന്റ് ഒന്നും അല്ല എന്നുള്ളതും നമുക്കൊരു പുതിയ മെഡിസിനുള്ള ഒരു സാധ്യതകൾ നമ്മൾ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്ന ഒരു പോയിന്റ്. അപ്പം ഇതിനകത്ത് ഞാൻ അതിന്റെ ഒരു ജസ്റ്റ് ഒരു കൺക്ലൂഷൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ഈ പിന്നെ മേരി ബ്രുക്നോ, ഫ്രെഡ് റംസൽ ആൻഡ് ഷിമോൺ സുക്കുച്ചി, അവരുടെ ഫൈൻഡിങ്സ്, അവർ there is a ഇമ്മ്യൂൺ ടോളറൻസ്, ഒരു പീസ് കീപ്പറായിട്ട് ഇങ്ങനെയുള്ള കുറച്ച് സെൽസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ട് എന്നും, അപ്പൊ അതിനകത്ത് ഒരു വാക്യം പറഞ്ഞു, വിച്ച് പ്രിവെന്റ്സ് ദ ഇമ്മ്യൂൺ സിസ്റ്റം ഫോർ അറ്റാക്കിംഗ് ദ ബോഡി ഓൺ ടിഷ്യൂ. Their work is laid foundation for new treatments of autoimmune disease and cancer. Complications after organ transplants. ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റിനെ വേറൊരു ഓർഗൻ വെച്ച് കഴിഞ്ഞാൽ ഇവർ കയറിയിട്ട് നമ്മുടെ ടീസൽസ് കയറി അവർ അറ്റാക്ക് ചെയ്യുന്ന അതിനെ അവർക്ക് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. Preventing the immune system for reacting against the body's own cells. So we get a new area for research when we treat autoimmune disease എന്നാണ് അവരുടെ കൺക്ലൂഷൻ. അപ്പോൾ നമ്മുടെ റിസർച്ചിന് ഞാൻ പറഞ്ഞത്, ഒന്ന് തൈമസ് പ്ലാന്റ് എന്നുള്ള ഒരു മെഡിസിൻ ഉണ്ടാക്കാൻ പറ്റും. രണ്ടാമത്തത്, നമ്മൾ ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് ട്രീറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ കൂടെയുള്ള ഒരുവിധം ഡോക്ടേഴ്സ്, സീനിയർ ഡോക്ടേഴ്സ് എല്ലാവർക്കും ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് ട്രീറ്റ് ചെയ്ത് ഇഷ്ടംപോലെ ഹിസ്റ്ററീസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എവിടെ റിസർച്ച് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. ഈ ഡ്രഗ് സെൽസിൽ നമുക്ക് ആക്ഷൻ ഉണ്ട്, ആക്ഷൻ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ പറ്റും. അപ്പോൾ ഈ ഡ്രഗ് സെൽസിന്റെയും ഹോമിയോപ്പതി മെഡിസിന്റെ ആക്ഷൻ നമ്മൾ ഇതുവരെ ചിന്തിക്കാത്തൊരു കാര്യമാണ്. അപ്പൊ അടുത്ത റിസർച്ച് നമ്മുടെ പുതിയ തലമുറയിലെ മക്കൾ ചെയ്യേണ്ടത് അവിടെ ഇവിടെയും പോയിട്ട് ഗ്രൂപ്പിംഗ് എന്നുള്ള കാര്യങ്ങളല്ല, ലാബ് ടെക്നിക് ഇതല്ല, ഇതിനും അപ്പുറമുള്ള കാര്യങ്ങൾ. ഇങ്ങനെ ഡ്രഗ് സെൽസിനെയാണ് ഹോമിയോപ്പതി മെഡിസിൻ കൊടുത്തിട്ട് നമ്മുടെ ഇൻഡിക്കേഷൻ എങ്ങനെ അവർ പിന്നെ അതിനെ കൺട്രോൾ ചെയ്യുന്നു, ഡ്രഗ് സെൽസിന്റെ അളവിൽ എന്ത് വ്യത്യാസം വരുന്നു എന്നുള്ളതായിരിക്കണം നമ്മുടെ അടുത്ത റിസർച്ച് എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റ്. ഈ മനോജ് ഡോക്ടറെ അതിലൊരു സംശയമുള്ളത്, തൈമസ് പ്ലാന്റ് തൈമസ് മെഡിസിൻ ഉദ്ദേശിക്കുന്നത് സാർക്കോഡായിട്ടാണോ അതെ നോസോഡായിട്ടാണോ? അല്ല, സാർക്കോഡ്, സോറി ഞാൻ പറഞ്ഞു തെറ്റി, സാർക്കോഡ്. ഓക്കെ. അപ്പോ പിന്നെ ഇതിനകത്ത് നമ്മുടെ മെഡിസിൻസ്
നമ്മുടെ ഹോമിയോപ്പതിക്ക് ഞാൻ അതിനകത്ത് ആ ഒരു കാര്യം ഞാൻ ഓട്ടോഇമ്യൂൺ ഡിസീസിനകത്തേക്ക് വരികയാണ്. ഞാനത് ഇതൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത് ഓട്ടോഇമ്യൂൺ ഡിസീസിനകത്ത് പല ഡോക്ടർമാരും എന്നോട് ചോദിക്കാറുള്ള ഒരു കാര്യം, ഞാൻ പറഞ്ഞത് IFBHനകത്ത് ക്ലാസ് എടുക്കാൻ തുടങ്ങിയ ശേഷം എനിക്ക് വലിയൊരു ശിഷ്യ നിരകൾ തന്നെ ഉണ്ടായിട്ടെന്ന് എനിക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ധാരാളം ആൾക്കാർ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ലോജിക്കൽ പ്രിസ്ക്രിപ്ഷൻ ഈ ഓട്ടോഇമ്യൂൺ ഡിസീസിനകത്ത് ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെ, ഞാൻ പറയാറുണ്ട് ഈ കുളം കാണിച്ചു കൊടുത്താൽ മതി, അല്ലാണ്ട് എല്ലാത്തിനും മീനെ പിടിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നില്ല. ഇതെങ്ങനെയാണ് പിടിക്കുന്നത് എന്നുള്ള മെക്കാനിസം പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ ഇതെങ്ങനെയാണ് ഓട്ടോഇമ്യൂൺ ഡിസീസ് ട്രീറ്റ് ചെയ്യുക, എസ്പെഷ്യലി ഓട്ടോഇമ്യൂൺ ഡിസീസ് എന്താണ് കണ്ടീഷൻസ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്കറിയാം. അപ്പൊ അതിനകത്ത് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഓരോ കോശങ്ങൾക്കും നമുക്ക് നമ്മളെപ്പോലെ തന്നെ നമ്മൾ ഒരു ടോട്ടൽ ശരീരത്തെ, ഇപ്പോൾ ഞാൻ അതുകൊണ്ടാണ് മാക്രോകോസം മൈക്രോകോസം എന്നുള്ള ഒരു വാക്പ്രയോഗം, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വാക്പ്രയോഗം തന്നെയായിരിക്കും. അപ്പൊ ആ വാക്പ്രയോഗം ഞാൻ നടത്തുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിന് നമ്മുടെ ഓരോ സെൽസിനും ചിന്തിക്കാനുള്ള ശേഷിയുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ അങ്ങനെ ഉണ്ട് എന്ന് നമ്മൾ തിയറിയിലൊക്കെ തിയററ്റിക്കലായിട്ട് പഠിച്ചു കഴിഞ്ഞാലും നമ്മൾ പലപ്പോഴും അതിൻ്റെതായ ഒരു അർത്ഥത്തിൽ അങ്ങോട്ട് ഉൾക്കൊള്ളാറില്ല. അതെന്തുകൊണ്ടാ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കത് എങ്ങനെയാണ് ഒരാളുടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ വെളുത്ത രക്താണുക്കൾ എങ്ങനെയാണ്, നമ്മുടെ കാലിലൊരു മുറിവുണ്ടായി, അപ്പൊ നമ്മുടെ വെളുത്ത രക്താണുക്കൾ എങ്ങനെയാണ് പോയിട്ട് ആ രോഗാണുക്കളെ കണ്ടുപിടിക്കുന്നത്? ഇവർക്ക് കണ്ണില്ല, ഇതുപോലെ തന്നെ ചലിക്കാനുള്ള ശേഷികൾ, വേറെ കൈയും കാലം ഒന്നുമില്ല, നടന്നു പോകാനൊന്നും പറ്റില്ല, ആരും അവിടെ ടോർച്ച് അടിച്ചു കൊടുക്കാനില്ല, രാത്രി ഒരു പ്രാണി അടിച്ചു, നമ്മൾ എങ്ങനെയാണ് ഈ കോശങ്ങൾ ഇരുട്ടത്ത് പോയിട്ട് കൃത്യമായിട്ട് നമ്മൾ അറിയുന്ന പോലുമില്ല, അവര് കൃത്യമായിട്ട് അവിടെ പോയിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്ത് പിറ്റേ ദിവസം പഴുപ്പ് എന്ന് പറഞ്ഞാൽ അറിയാലോ, പഴുപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു യുദ്ധം നടന്നു വന്നു, ആ യുദ്ധഭൂമിയിൽ മരിച്ചു കിടക്കുന്ന ആൾക്കാർ, നമ്മുടെ ശരീരവും രോഗാണുക്കളും ചത്തു കിടക്കുന്നതാണ് പഴുപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ സംഭവിച്ചിട്ട് നമ്മൾ നേരം വെളുമ്പോഴോ അവിടെ ഒരു കുരു ഉണ്ട്, പഴുത്തിട്ടുണ്ട്, ഇത് നമ്മൾ അറിയുന്നത്. അപ്പൊ ഈ യുദ്ധങ്ങളെല്ലാം നടക്കുന്നത് നമ്മൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ബോധം അറിഞ്ഞിട്ടേ ഇല്ല. അപ്പൊ എന്ത് ചെയ്യാണ്, ഈ സെൽസ് അവിടെ ചിന്തിക്കുന്നുണ്ട്. അവര് അവിടുന്ന് ഒരാൾ സിഗ്നൽ കൊടുത്തിടെ ആൾ വന്നിട്ടുണ്ടെ എന്ന് പറയുന്നു, യുദ്ധക്കാർ അവിടെ കയറുന്നു, മറ്റന്മാർ ഓടി വരുന്നു, ഒരാൾ സിഗ്നൽ കൊടുക്കാൻ അറ്റാക്ക് ചെയ്യുന്ന വേറെ, അവിടെ യുദ്ധം നടക്കുന്നു, ആൾക്കാരെ കൊല്ലുന്നു, ഇനി കൊല്ലാൻ പറ്റാത്തവരെ ഓടിച്ച് ജയിലിൽ അടയ്ക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ ഗ്ലാൻസ് എല്ലാം ചെയ്യുന്നത്. നമ്മൾ കൊല്ലാൻ പറ്റാത്ത രോഗാണുക്കൾ ഉണ്ടെങ്കിൽ ഇവന്മാരെ ഓടിച്ചിട്ട് ഗ്ലാൻഡിനുള്ളിൽ, ഈ ട്യൂബർകുലോസ് ഇതിനൊക്കെ അങ്ങനെയാണ്. കാരണം ട്യൂബർകുലോസിനെ നേരിട്ട് കൊല്ലൽ അത്ര എളുപ്പമല്ല. അപ്പൊ ഇവരെന്ത് ചെയ്യും, ഒരു ജയിലറെ ഇട്ടിട്ട് സാവകാശം ഇറ്റിങ്ങളെ കൊന്നു തീർക്കും. ഒരു അക്യൂട്ട് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ, ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അങ്ങനെയാണ്, അക്യൂട്ട് ഇൻഫെക്ഷൻ വന്ന് എന്തുകൊണ്ട് ഗ്ലാൻഡ് ലിംഫ് നോട്ട്സ് എൻലാർജ്മെന്റ് നടക്കുന്നു വെച്ചാൽ, രോഗാണുക്കൾ ഇച്ചിരി കടുപ്പുള്ളതാണ്, ഇവന്മാർ ഓടിച്ച് ലിംഫ് നോട്ട്സിൽ ഇടുക. ലിംഫ് നോട്ട് ഒരു വലിയൊരു, നമുക്കറിയാം, ഒരു ക്യാപ്സ്യൂളാണ്, അതിനുള്ളിൽ നിന്ന് പുറത്തിറക്കാൻ പറ്റില്ല. അപ്പൊ ഈറ്റുകളെല്ലാം അവിടെ ഇടും. എന്നിട്ട് എന്ത് ചെയ്യും, ലിംഫ് നോട്ട് എൻലാർജ്മെന്റ് ഒറ്റ ദിവസം കൊണ്ടായിരിക്കും, പക്ഷെ ഇവന്മാരെ കൊന്നു തീർക്കുന്ന 2 ആഴ്ച കൊണ്ടാണ്. കാരണം പെട്ടെന്ന് കൊല്ലാൻ പറ്റാത്ത സാധനം. അപ്പൊ അതുകൊണ്ടാണ് ലിംഫ് നോട്ട്സ് എൻലാർജ്മെന്റ് ഒറ്റ ദിവസം കൊണ്ട് വരികയും ഇത് മാറാൻ 2 ആഴ്ച എടുക്കുകയും ചെയ്തു. അപ്പൊ ഇവരെ സാവകാശം കൊന്നു തീർക്കും. ഇതെല്ലാം നമ്മുടെ ശരീരം അറിഞ്ഞിട്ട് നമ്മൾ പോലും നമ്മുടെ ബോധം മനസ്സറിയാതെ ഞാനതുകൊണ്ടാണ് പറഞ്ഞു മൈക്രോകോസമോ മാക്രോകോസം എന്നൊക്കെ നമ്മൾ ഒരു ചിന്താഗതി. അപ്പൊ അതൊക്കെ ഈ ലോകത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ഇത് നമ്മുടെ ശരീരത്തിലുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നമ്മൾ ഈ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാലും ഈ മാക്രോസ്കോപ്പ് നമ്മൾ പിന്നെ ടെലസ്കോപ്പ് ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാലും കാണുന്നത് ഒരേ കാര്യം തന്നെയാണെന്ന് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു തന്മാത്രനെ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഒരു ന്യൂക്ലിയസും അതിന് ചുറ്റും ഇലക്ട്രോൺസ് ഇറങ്ങുന്നതും എല്ലാം നമ്മൾ കാണും. നമ്മൾ സൗരയൂഥത്തിലോട്ട് നോക്കിയാലും കാണുന്നത് ഇത് തന്നെ. ഇനി ഗാലക്സിയിലോട്ട് നോക്കിയാൽ ഇത് തന്നെയാണ്. അപ്പോൾ നമുക്ക് മൈക്രോസ്കോപ്പ് ഉള്ളവനും ഒരു ലോകസത്യം കണ്ടെത്താൻ പറ്റും, ടെലസ്കോപ്പ് ഉള്ളവനും ഒരു ലോകസത്യം കണ്ടെത്താം. ഇത് രണ്ടും പോസിബിൾ ആണ്. അപ്പൊ ഇതുപോലെ തന്നെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിലൊന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞ പോലെ ഈ കോശങ്ങളുടെ ഉള്ള ചിന്താശേഷിയും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ മൊത്ത ചിന്താശേഷി, ഇത് തമ്മിൽ പരസ്പരം കണക്ഷനും ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ചിന്ത തെറ്റാണെങ്കിൽ നിങ്ങളുടെ കോശങ്ങളുടെ ചിന്തയും തെറ്റായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഒരു പേടി തോന്നി, നിങ്ങൾ ഓടണമെങ്കിൽ ആ പേടിയുണ്ട്, നമ്മുടെ കോശങ്ങൾ ഓരോന്നും വിചാരിക്കണം. നമ്മൾ ആ കോശം തമ്മിലുള്ള കണക്ഷൻ ഇല്ലാതെ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ പോയി, നമുക്ക് ഓടാൻ പറ്റില്ല. അവിടെ ഓരോ കോശങ്ങൾ സെൽസ് ആ വിർലന്റ് ആകും, അവരതുപോലെ വർക്ക് ചെയ്യും. അതുകൊണ്ടാണ് ഈ കൗൺസിലിങ്ങും നമ്മൾ ഈ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഒക്കെ അവർ നമ്മുടെ ചെവികളിൽ കേൾക്കുന്ന കാര്യങ്ങളല്ലേ, പക്ഷെ നമുക്ക് എന്തെല്ലാം കർമ്മശേഷിയാണ് കിട്ടുന്നത്. നമ്മൾ വെറും ആ ചെവി കേൾക്കുന്നില്ലെങ്കിൽ തീർന്നു. ചെവി കേൾക്കുന്നില്ല, പിന്നെ എന്ത് മോട്ടിവേഷൻ വന്നു?
അപ്പോൾ ഒരു സ്പീക്കർ ഒരു എഫക്റ്റ് ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ ചെവിയിലൂടെ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ തലച്ചോറിൽ പ്രവർത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ സെൽസും നമ്മുടെ ടിഷ്യൂസും വർക്ക് ചെയ്യണം. ഇതെല്ലാം വർക്ക് ചെയ്യിക്കുന്നത് എങ്ങനെയാണ്? അവർ ടോട്ടലായിട്ട് നമ്മുടെ ബ്രെയിൻ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോശങ്ങളും ചിന്തിക്കും. അപ്പോൾ ഓട്ടോഇമ്യൂൺ ഡിസീസിനകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. അപ്പൊ അതിനകത്ത് ഞാൻ പറയുന്ന ഒരു കാര്യം, പിന്നെ നമ്മള് ഒരു കോശങ്ങൾ ചിന്തിക്കുമ്പോൾ ആ കോശത്തിന്റെ ചിന്തയെ നിങ്ങളുടെ മനസ്സിന്റെ ചിന്ത കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റും. അപ്പൊ പലപ്പോഴും നമ്മൾ ഈ പിന്നെ ഒരു നമ്മുടെ ഈ സയൻസിനെ പലപ്പോഴും ഹോമിയോപ്പതിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മോഡേൺ സയൻസിന് അവർക്ക് നമ്മളിവിടെ മെഡിസിൻ ഇല്ല, ഈ മരുന്നില്ലാത്ത കാര്യങ്ങൾ എങ്ങനെയാണ് ഇവർ ചികിത്സിക്കുന്നത് എന്നുള്ള രീതിയിലാണ് അവർ പറയും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പറയുന്ന വെളുത്ത രക്താണുക്കളെ നമുക്ക് കണ്ടുപിടിക്കണം മൈക്രോസ്കോപ്പ് വേണം. അതിനകത്ത് നേരത്തെ കാണിച്ച പോലെ തൈമസ് ഗ്ലാൻഡിൽ ഇരിക്കുന്ന ഒരു സെൻസറെ കണ്ടുപിടിക്കണമെങ്കിൽ അതിലും സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ വരും. നേരത്തെ പിന്നെ ഹോമിയോപ്പതിയിലെ മരുന്നുകളുടെ സാന്നിധ്യത്തെ കുറിച്ചിട്ട് ഹോമിയോപ്പതിയിൽ മരുന്നിട്ടുന്നത് എങ്ങനെ തെളിയിക്കും എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ കൂടെ തന്നെയുള്ള IFPH നമ്മുടെ നസറുള്ള സാറ് ആരിഫ് ഹുസൈൻ കൊടുത്തിട്ടുള്ള ഒരു മറുപടി ഉണ്ടായിരുന്നു. അപ്പൊ സാറ് പറഞ്ഞ മറുപടി ഇതാണ്: ഇപ്പൊ കടലില് കായം കലക്കി കഴിഞ്ഞാൽ കായം കാണാനില്ല, കടലല്ലേ എന്ന് പറയും. പക്ഷേ ഈ കടലിനെ വീണ്ടും തിരിച്ച് വറ്റിച്ച് ഒരു പ്രോസസ്സ് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ കായം തിരിച്ചു കിട്ടില്ലേ? കായം എവിടെയും പോകാൻ പറ്റില്ലല്ലോ. കടുകിൽ കടലല്ല എന്ന് പറഞ്ഞാൽ കടലിൽ നമ്മൾ കടുക് ഇട്ട് കഴിഞ്ഞാൽ കടുകിനെ നമ്മൾ കാണുന്നില്ല എന്നിട്ട് ഇല്ലാതെയാക്കാൻ പറ്റില്ല. ഒരു റിവേഴ്സ് പ്രോസസ്സ് ഉണ്ടെങ്കിൽ മരുന്ന് തിരിച്ചു കിട്ടൂലേ? അപ്പൊ മരുന്ന് ഇല്ല എന്ന് പറയാൻ പറ്റുമല്ലോ. അതാണ് സാർ നല്ലൊരു എക്സ്പ്ലനേഷൻ ആയിരുന്നു. കാരണം എത്ര നിങ്ങൾ മരുന്നിനെ ഡൈലൂട്ട് ചെയ്ത് കഴിഞ്ഞാലും ഈ മരുന്നിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ സയൻസ് തെറ്റാണ്. അപ്പൊ അത് സാർ നസറുള്ള സാർ കൊടുത്തിരിക്കുന്ന നല്ലൊരു ഉത്തരമായിരുന്നു. അപ്പൊ ഇത് തന്നെ ഇവർക്ക് സയൻസിനെ പലപ്പോഴും വിശ്വസിക്കുമേ ഇവർക്ക് ഹോമിയോപ്പതിനെ മാത്രം വിശ്വസിക്കാൻ പറ്റില്ലാതെ വരും. വെറുതെ പറയുന്നതാണെന്ന് പറഞ്ഞത്. കാരണം ഞാൻ മുമ്പ് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടോ, ഈ ലോകത്ത് ഇതുവരെ എഴുതിയിരിക്കുന്ന ലിറ്ററേച്ചേഴ്സ് എല്ലാം കൂടി എടുത്തു കഴിഞ്ഞാൽ ഒരു പിൻ ഹെഡ് സൈസിലുള്ള കൊള്ളാവനുള്ള ഉത്തരം. കാരണം വെച്ചാൽ ഇപ്പൊ പുതിയ നിങ്ങൾക്ക് അറിയാം, പിന്നെ മെമ്മറി സ്റ്റോറേജ് കപ്പാസിറ്റി നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പിന്നെ പെൻഡ്രൈവ് വരെ 1 TB ഉള്ള ടെറാബൈറ്റ് ഉള്ളത്. അപ്പൊ ഇതിലും വലിയ സാങ്കേതിക വിദ്യയുണ്ട്. ഒരു പിൻഹെഡിന്റെ സൈസുള്ള ഒരു ഇൻസ്ട്രുമെന്റിനകത്ത് ഇന്നത്തെ ലോകത്ത് മനുഷ്യൻ എഴുതിയിരിക്കുന്ന എല്ലാ ലിറ്ററേച്ചേഴ്സും കൊള്ളാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, അതിനകത്ത് ഒരു ബുക്ക്, ഇപ്പൊ മനോജ് ഡോക്ടർ എഴുതിയിരിക്കുന്ന ഒരു ബുക്ക് ഉണ്ട്, ആ ബുക്കും അതിനകത്ത് എത്ര സ്പേസ് ആയിരിക്കും ഉണ്ടാവുക? അതിനകത്ത് ഞാൻ എഴുതിയിരിക്കുന്ന ഒരു അക്ഷരം ഉണ്ടാവും, ഒരു മാ എന്നൊരു അക്ഷരം. ആ അക്ഷരം അതിനകത്ത് എത്ര സ്പേസ് ഉണ്ടാവും? ഇതെല്ലാം റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഈ സാധനം നമ്മൾ കമ്പ്യൂട്ടറിലോ പറയുന്ന ഇൻസ്ട്രുമെന്റിലോ കുത്തിക്കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള മുഴുവൻ പുസ്തകങ്ങൾ എൻ്റെ മുമ്പിൽ തെളിയുകയും അതിൽ ഞാൻ എഴുതിയ മനോജ് ഡോക്ടർ എഴുതിക്കഴിഞ്ഞാൽ എൻ്റെ പുസ്തകം മാത്രം കിട്ടുകയും അതിനകത്തൊരു അക്ഷരം എടുക്കണമെങ്കിൽ ഒരു അക്ഷരം എടുക്കാനും പറ്റും. ഇത്രയൊക്കെ സയൻസിന്റെ ഒരു ഫിസിക്സിന്റെ ഒരു ശാസ്ത്രശാഖയ്ക്ക് പോസിബിൾ ആവുന്ന സമയത്തും നമ്മൾ ഹോമിയോപ്പതിനെ അവരൊന്നും അംഗീകരിക്കുന്നില്ല എന്നുള്ളത് സയൻസിനോടുള്ള ഏറ്റവും വലിയ വിമുഖതയായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് വെച്ചാൽ ഇവിടെ ഓരോ ചെറുതിന്റെ എക്സിസ്റ്റൻസിനും വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ചിന്തകൾ പോലും നമ്മുടെ ശരീരത്തെ ബാധിക്കും. അപ്പൊ ഞാൻ എങ്ങനെയാണ് ഈ ഓട്ടോഇമ്യൂൺ ഡിസീസിന് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ച് നോക്കുക. എന്താണ് ഓട്ടോഇമ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ? ഓട്ടോഇമ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് നമുക്ക് ആലോചിച്ചാൽ മതി, നമ്മുടെ ശരീരത്തെ നമ്മൾ കൊല്ലുന്നു, നശിപ്പിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ, ഈ ആ നശിപ്പിക്കുന്നു അല്ലെങ്കിൽ കൊല്ലുന്നു, ഇല്ലായ്മ ചെയ്യുന്നു എന്നുള്ളതിന് ഹോമിയോപ്പതിയിൽ നമ്മൾ എങ്ങനെ, എന്നിട്ട് നിങ്ങളുടെ മനസ്സിന് നൽകുന്ന മെഡിസിൻസ് നിങ്ങളുടെ കോശങ്ങൾക്കും ഉപകാരപ്പെടും. കാരണം ഇവിടെ ഒരു ലൂക്കോഡോമ വന്നു കഴിഞ്ഞാൽ, വിറ്റ്ലിഗോ വന്നു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ മെലനോസൈറ്റ്സിനെ പോയിട്ട് നമ്മുടെ വെളുത്ത രക്താണുക്കൾ പോയിട്ട് അവരെ എൻഗൾഫ് ചെയ്ത് കൊല്ലുകയാണ് ചെയ്യുന്നത്. ചിലരെ പിടിച്ചിട്ട് മറ്റേ സൈഡിൽ ഇടുന്ന വേറൊരു കണ്ടീഷനും ഉണ്ട്, നിങ്ങൾക്കറിയാം. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വെള്ളപ്പാണ്ട് വരുന്ന ആൾക്കാരിൽ ചിലപ്പോൾ വേറെ സ്ഥലത്ത് കറുത്ത ഡോട്ട്സ് കൂടുതലായിട്ട് വരും. ഒരിടത്ത് വെള്ളയായിരിക്കും, അവിടുന്ന് എടുത്ത് തൈസിലോ മറ്റുള്ളിടത്തൊക്കെ ഡാർക്ക് സ്പോട്സ് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ എന്ന് വെച്ചാൽ അവിടുന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ ശരീരത്തിന് ബോധമില്ലെങ്കിൽ വെളുത്ത സാധനം എടുത്തുകൊണ്ടിട്ട് കറുത്ത സ്ഥലത്ത് കൊണ്ടുവന്നു. അതിനൊക്കെ വേറെ മെഡിസിൻസ് ആണ്, നമ്മൾ അങ്ങനെയാണ് കണക്കാക്കേണ്ടത്. പക്ഷെ അതിനെ ആ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ചികിത്സിക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഈ മെഡിസിൻസിനെ പൊതുവെ ഓട്ടോഇമ്യൂൺ ഡിസീസിന്റെ എല്ലാം, നമ്മുടെ ഓട്ടോഇമ്യൂൺ ഡിസീസിനെ ഞാൻ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് നമ്മുടെ ജോയിന്റ്സിനെ പോയി ആക്രമിക്കുന്നു, പിന്നെ വെള്ളപ്പാണ്ടാണ് അങ്ങനെ, അലോപേഷ്യ ഏരിയറ്റ് അങ്ങനെയാണ്, ധാരാളം രോഗം. അപ്പൊ ഇതിനകത്ത് റൂബ്രിക്സ് എടുക്കുന്ന രീതിയാണ് ഞാൻ പറയുന്നത്. ഒന്ന്, കിൽ ഡിസയർ ടു എന്നുള്ള റൂബ്രിക്സ് ആണ് എവിടെയാണ് വേണ്ടത്. കൊല്ലാനുള്ള പ്രവണത. ഈ കൊല്ലാനുള്ള പ്രവണത നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും പ്രധാനം. ഞാൻ ആൾക്കാരോട് ചോദിക്കാറുണ്ട്, ഇപ്പൊ സ്റ്റാഫിസാഗ്രിയ പേഷ്യൻസ് വരുമ്പോൾ നമുക്കറിയാം
സപ്രസ്ഡ് ഇമോഷൻസ് ഉണ്ട്. എനിക്ക് അവനെ തട്ടണമെന്നുണ്ട്. പക്ഷെ നമ്മള് ഇപ്പൊ ഞാനിപ്പോ ഷൈല ഡോക്ടറോട് ഭയങ്കര ദേഷ്യമുണ്ട്. ഷൈല ഡോക്ടറോട് എനിക്ക് പ്രകടിപ്പിക്കാൻ പറ്റില്ല, എന്റെ സീനിയർ ആയി പോയില്ലേ. അപ്പൊ ഞാൻ എങ്ങനെ അത് പ്രകടിപ്പിക്കണേ? അപ്പൊ ഞാൻ വെച്ച് വേണ്ട, തക്കം കിട്ടുമ്പോൾ കൊടുക്കുക, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ ഇരിക്കട്ടെ. ഞാനത് അമർത്തി വെച്ചോണ്ട് ഉള്ളിലവിടെ വെച്ചു. അപ്പൊ അങ്ങനെ എൻ്റെ ആ ഒരു ദേഷ്യം ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ കോശങ്ങളെന്ന് തക്കം കെട്ടിയ ഷൈല ഡോക്ടർ തട്ടണമെന്ന് വിചാരിച്ചിരിക്കില്ല ഞാൻ. അപ്പൊ ഇവന്മാർ വിചാരിക്കുക എൻ്റെ ആയതുകൊണ്ട് ഇത്, കാരണം ഈ കോശങ്ങൾ തന്നെയാണ് നമ്മുടെ, ഈ കോശങ്ങൾ കൂടിയാണ് ടിഷ്യൂസ് ഉണ്ടാവുന്നത്, കലകൾ ഉണ്ടാവുന്നത്. നമുക്കറിയാം ഓരോ സെൽസ് കൂടിയിട്ടാണ് കലകൾ ഉണ്ടാവുന്നത്. ഈ കലകളാണ് കൊല ചെയ്യാനുള്ള പ്രേരണ ഉണ്ടാക്കുന്നത്, അല്ലെ? ചെയ്യാനുള്ള ഒരു ആയുധം നമ്മുടെ കൈ കൊടുത്താൽ ഈ ടിഷ്യൂസ് ആണ് ഇത് കൊല്ലേണ്ടത്. ഈ ടിഷ്യൂസ് ഉണ്ടായിരിക്കുന്നത് സെൽസിൽ നിന്നാണ്. അപ്പൊ ഇവരുടെ എല്ലാം ഉള്ളിൽ ഇതുണ്ട്. തക്കം കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരാളെ തട്ടണം എന്നുള്ള ചിന്തയുണ്ട്. പക്ഷെ നമുക്ക് പല കാരണം കൊണ്ട് തട്ടാൻ പറ്റുന്നില്ല. പക്ഷെ എന്ത് ചെയ്യും, ഈ ആയുധം പിടിച്ചിരിക്കുന്ന നമ്മുടെ ശരീരകോശങ്ങൾ തമ്മിൽ തെല്ലുകയോ നമ്മുടെ കൂടെയുള്ള ഒരാളെ ഉപദ്രവിക്കാനോ കൊല്ലാനോ ഉള്ള ഒരു പ്രവണത ഉണ്ടാക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് 3 തരം കൊലേനെ നമുക്ക് കണക്കാം. കിൽ അതേഴ്സ്, മറ്റുള്ളവരെ കൊല്ലുക എന്നുള്ളത്. അങ്ങനെയുണ്ട്. നമ്മുടെ ശരീരത്തിലെ അല്ലാത്ത പുറമേ ഉള്ള രോഗാണുക്കളെ കൊല്ലുന്നതിനൊക്കെ സഹായിക്കുന്നത് ഈ കിൽ അതേഴ്സ് ഒക്കെയാണ്. നമുക്ക് ഒരു മെഡിസിൻ അതിനകത്ത് കിടക്കുന്ന നോക്കിയാൽ ഒന്ന് ഹെപ്പാസൾഫാണ്. കിൽ ഡിസേർട്ട്, മറ്റുള്ളവരെ കൊല്ലുക. ഹെപ്പാസൾഫ് അല്ലേ പഴുപ്പിന് ഏറ്റവും നല്ല മരുന്ന്. ഹൗ ഇറ്റ് ബിക്കം one of the best remedy for inflammation? One of the reason is what I said. കാരണം കൊല്ലാനുള്ള പ്രവണത നമ്മുടെ ശരീരത്തിൽ പുറമേന്ന് വന്ന രോഗാണുക്കളെ തട്ടാനുള്ള ശേഷി ഉള്ളത് കൊണ്ടാണ് ഹെപ്പാസൾഫ് അവിടെ മെഡിസിനായിട്ട് വന്നിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഞാൻ പറയുന്ന ഒരു എക്സ്പ്ലനേഷൻ. പിന്നെ മറ്റൊന്നുണ്ട്, ഈ കിൽ ബിലവഡ് വൺസ്, നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് കൊല്ലാനുള്ള ശേഷി, ഒരു തോന്നലുണ്ടാവുക. അത് സാധാരണ റെപ്പർട്ടറിയിൽ കൊടുത്തിരിക്കുന്ന മെഡിസിൻസ് നക്സോമിക്കയും പ്ലാറ്റിനയും ഉണ്ട്. പിന്നെ നമുക്ക് സെപ്പിയാണ് മറ്റൊന്ന് ചേർക്കുക. നിങ്ങൾക്കറിയാലോ, സെപ്പിയ ആണ് അടുത്ത മെഡിസിൻസ് വരിക. സെപ്പിയ കിൽ, നമ്മൾ പറയില്ലേ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരെ തട്ടുന്ന ഒരാളാണ്, കൊല്ലണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് സെപ്പിയ. അപ്പൊ ആ ലവ്ഡ് വൺസിനകത്ത് വേണ്ടപ്പെട്ട ആൾക്കാർ നമുക്ക് പ്രിയവരിക്കും ഭർത്താവിനെ തട്ടണമെന്ന് തോന്നും, കുട്ടികളെ തട്ടണമെന്ന് തോന്നും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇപ്പോഴത്തുള്ള പല ഭർത്താക്കന്മാരും ഭാര്യമാരെയൊക്കെ തട്ടണമെന്നൊക്കെ തോന്നും, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ ഒരു സെപ്പിയൊക്കെ കഴിച്ചു നോക്കാം. അപ്പോൾ ഞാൻ അത് മാത്രമല്ല, ഈ മെനോപോസ് അല്ല എന്താണ് നമ്മുടെ PMT വരില്ലേ, പ്രീമെൻസ്ട്രൽ സിൻഡ്രോംസ് വരുമ്പോ പിന്നെ പല എൻ്റെ അടുത്ത് ഇങ്ങനെ ഭീകര കേസുകൾ വരാറുണ്ട്. ഇപ്പൊ PMT വരുമ്പോ ഇയാളെ എന്തെങ്കിലും അങ്ങ് തട്ടിയാലോ, ഈ മനുഷ്യനെ കൊണ്ടുള്ള സൗകര്യക്കേട് കൊണ്ടാണല്ലോ ഇരിക്കുന്നത് നമുക്ക് തോന്നുന്ന ഭാര്യമാരുണ്ട്. അപ്പൊ PMTക്ക് അങ്ങനെയുള്ള ചിന്തയും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ സെപ്പിയ നല്ലൊരു മെഡിസിൻ ആണ്. അപ്പോൾ അങ്ങനെ ഈ കിൽ ലൗഡ് വൺസ് ആണെങ്കിൽ നമ്മുടെ ഈ നക്സോമിക്കയും പ്ലാറ്റിനയും, ഇത് ഞാൻ പറഞ്ഞത് ഇത് ഉപയോഗിക്കേണ്ടത് ഓട്ടോമിൻ ഡിസീസിനാണെന്ന് ഓർക്കണം. ഇവരുടെ ഉള്ളില് സപ്രസ് ഇമോഷൻസ് ഉണ്ടോ എന്ന് ചോദിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മെഡിസിന്റെ കുറച്ച് സിംറ്റംസ് എങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ നക്സോമിക്കയും പ്ലാറ്റിനയും ഒക്കെ ഓട്ടോമിൻ ഡിസീസിന് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഞാൻ പറയുന്ന ഒരു കാര്യം. പിന്നെ അവസാനം നമ്മൾ ഈ കുട്ടികളെയൊക്കെ സ്വന്തം കുട്ടികളെ കൊല്ലാൻ നോക്കുന്നത് പ്ലാറ്റിനയാണ്, ഹസ്ബൻഡിനെ കൊല്ലാൻ നോക്കുന്നത് മെർക്സോൾ, പ്ലാറ്റിന, നക്സോമിക്ക. പിന്നെ കിൽ അടുത്തത്, ഇതിന് അവസാന ഘട്ടമാണ് ഈ സ്വയം ചാവുക എന്നുള്ള ഒരു പരിപാടി. നമ്മൾ സൂയിസൈഡൽ ഒരു ടെൻഡൻസി, കിൽ സെൽഫ്. അപ്പൊ 3 തരം കൊലയായിട്ട് നമുക്ക് കണക്കാക്കാം. മറ്റുള്ളവരെ കൊല്ലുക, നമ്മുടെ വേണ്ടപ്പെട്ടവരെ കൊല്ലുക, ഒരു രക്ഷയില്ലെങ്കിൽ നമ്മളെ തന്നെ നമ്മൾ തട്ടിക്കളയുക. അങ്ങനെ വരുമ്പോഴും വരുന്ന മെഡിസിൻസിനകത്ത് ആഴ്സാൽബ്, ഓറമെറ്റ് നോക്കണം. ആഴ്സ് അയഡൊക്കെയാണ് ഏറ്റവും നല്ല നമ്മൾ ഓട്ടോമിൻ ഡിസീസിനകത്ത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് മെഡിസിൻസ് ആഴ്സൈഡ്. നിങ്ങൾ സോറിയാസിസിനൊക്കെ കൊടുക്കുന്നതിന്റെ റിസൾട്ട് കിട്ടുന്നതിന്റെ ഒരു കാര്യം ഇത് തന്നെയാണ്. ഓറമെറ്റ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന് ഏറ്റവും നല്ല മെഡിസിൻസ് ആണ്. ഓറമെറ്റ് ജോയിന്റ് പെയിന് ഉപയോഗിക്കാമെന്ന്, ജോയിന്റ് പെയിൻ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ, ഗോൾഡ് ആണ് നീ പെയിന്. അത് കോപ്പിക്കാരന് SP കോപ്പിക്കാർ പറഞ്ഞിട്ടുള്ള ഒരു ഫൈൻഡിങ്സ് ആണ്. ഞാൻ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അതിനുശേഷം ഓറമെറ്റ് ഫോർ നീ പെയിൻസ് ആൻഡ് ആർത്രൈറ്റിസ്, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിനൊക്കെ കോപ്പിക്കാർ പറയുന്ന മെഡിസിൻസ് ആണ്. ഒന്നാണ് ഓറമെറ്റ്. ഈ ഓറമെറ്റ് നിങ്ങളൊന്ന് ആലോചിക്കുക, ഓറമെറ്റ് എങ്ങനെയായിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക? ഇതേ പ്രവണതയാണ്, സ്വയം നമ്മളെ തന്നെ, നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ തന്നെ കൊല്ലുക എന്നാണ് കോശങ്ങൾ ചെയ്യുക. പക്ഷെ നമ്മുടെ ഉള്ളിൽ നമ്മളെ തന്നെ സൂയിസൈഡൽ മാനിയ ഉള്ള ഒരു മെഡിസിനാണ് ഈ ഓറമെറ്റ്. RA നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഡിസിനാണ് സെപ്പിയ. അത് നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. RA
നമുക്ക് ടെസ്റ്റ് റിസൾട്ടിനകത്ത് നെഗറ്റീവ് ആക്കേണ്ട പല കണ്ടീഷനകത്ത് വരും. അപ്പോൾ ഇത് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ചില യാത്രകളൊക്കെ, വിദേശത്തോട്ടുള്ള ചില യാത്രകളൊക്കെ ചില പേഷ്യൻസിന്, അതുപോലെ തന്നെ ഈ ഹെപ്പറ്റൈറ്റിസ് ബി ഒക്കെ ചില കേസിനകത്ത് നെഗറ്റീവ് ആക്കി കൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ സെപ്പിയ നമുക്ക് ഉപകാരപ്പെടാറുണ്ട്. അപ്പൊ അതിനകത്ത് സെപ്പിയന്റെ പ്രധാനപ്പെട്ട സിംറ്റം നിങ്ങൾക്ക് അറിയാലോ, അവേഷൻ ടു ഹൂം ഷീ ലവ്ഡ് ബെസ്റ്റ് നോക്കാം. അപ്പൊ അതിനകത്ത് ആ ഒരു പോയിന്റ് ആണ് ഹൂം ഷീ ലവ്ഡ് ബെസ്റ്റ് എന്ന് വെച്ചാൽ വൺസ് ഒരിക്കലും അവർ സ്നേഹിച്ചിരുന്ന ആളെയാണ് സെപ്പിയ പിന്നെ വെറുക്കുന്നത്. ഈ ഓട്ടോമിൻ ഡിസീസ് എങ്ങനെയാണ് വരുന്നത്? ജന്മന വരുന്നതല്ല, നേരത്തെ ഡിജോർ സിൻഡ്രോം അല്ല. നമ്മൾ ജന്മനെ അല്ലാണ്ട് കുറച്ചു കാലം വളർന്ന് നമ്മുടെ ചിന്തയൊക്കെ ആയി കഴിയുമ്പോഴാണ് നമ്മൾ ഇവരോട് ഈ ശരീരത്തിനെ കൊല്ലണമെന്ന് തോന്നുന്നത്. അപ്പൊ ഒരിക്കൽ നമ്മൾ നമ്മുടെ ശരീരത്തിനെ സ്നേഹിച്ചിരുന്നു, ആ ശരീരത്തിനെയാണ് നമ്മൾ നശിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഈ സെപ്പിയ ഒരു മെഡിസിനായിട്ട് വരുന്നത്. ഞാൻ ഓട്ടോമിൻ ഡിസീസിനെ കുറിച്ച് ഒരു പോയിന്റോട് പറയുന്നത്, അലോപ്പതിക്കാര് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ എന്ന് പറഞ്ഞ മരുന്നാണ് ഓട്ടോമിൻ ഡിസീസ്, പ്രത്യേകിച്ച് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന് ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ ക്യുനൈൻ ഉണ്ടാക്കുന്ന സാധനം, ഹൈഡ്രോക്സി ക്ലോറോക്വിൻ എന്ന് പറയുന്ന നമ്മുടെ ക്യുനൈൻ ഉണ്ടാക്കുന്ന, അല്ല ക്യുനൈൻ്റെ നമ്മൾ ചൈനയിൽ നിന്ന് എടുക്കുന്ന അതിനകത്തുള്ള ഒരു ആൽക്കലോയിഡ്, അതിൻ്റെ കെമിക്കൽ പ്രൊഡക്റ്റ് ആണ് അവർ HCQ എന്ന് പറയുന്ന മെഡിസിൻ. അതവർ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് നമുക്കറിയാം, ഒന്ന് മലേറിയയ്ക്കും, മലേറിയ പ്രിവെൻഷനും, നമ്മുടെ പല പിന്നെ അവരുടെ കൊയിന മരുന്നുകൾ എന്നൊക്കെ പറയുന്ന സാധനം. അപ്പോൾ മലേറിയ പ്രിവെൻഷനും അതുപോലെ തന്നെ ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിനും SLEക്കും ഉപയോഗിക്കുന്നത് അവർ ഈ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ. അപ്പോൾ നമ്മുടെ കൂടെ തന്നെയുള്ള ഒരു മുമ്പൊരു സീനിയർ ഡോക്ടർ, പണിക്കർ സാറാണെന്ന് തോന്നുന്നു, പിന്നെ സാറ് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. സാറിൻ്റെ ഒരു ട്രീറ്റ്മെന്റ് രീതി, ചില സക്സസ്, നമ്മൾ മോഡേൺ മെഡിസിൻ അല്ല ഹോമിയോപ്പതി മാത്രമൊന്നുമല്ല സക്സസ്, അലോപ്പതിയും ആയുർവേദവും എല്ലാം സക്സസ് ആണ്. അപ്പോൾ ആ ചില കേസിനകത്ത് അപ്പം നമ്മൾ അവർ വിജയിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് അമൽറേറ്റ് ചെയ്യാൻ പറ്റുന്ന ചില കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കണ്ടീഷനകത്ത് അവരുപയോഗിച്ച മരുന്ന് ഏതാണെന്ന് നോക്കും. ആ മരുന്നുകൾ ഉള്ള നമുക്കുള്ള മരുന്നുകളുണ്ടോ എന്ന് വെച്ചാൽ, ഇപ്പൊ ആൾക്കാരോട് ഞാൻ പറഞ്ഞ പോലെ ഈ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ ഉള്ള മെഡിസിൻ നമുക്ക് ഏതാണെന്ന് നോക്കും, നമുക്ക് ചൈനയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓട്ടോമിൻ ഡിസീസിനകത്ത് നമുക്ക് ചൈന ഉപയോഗിക്കാം. അതാണ് അതിനകത്തുള്ള ഒരു പോയിന്റ്. അപ്പൊ അന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇത് അടങ്ങിയിട്ടുള്ള മെഡിസിൻ ഏതാണെന്ന് കണ്ടുപിടിക്കുകയും ഇനി അവരുപയോഗിക്കുന്ന മരുന്നുകളുടെ അവരുടെ അതിന്റെ പിന്നെ ഫാർമക്കോളജി ഉണ്ടോ, ആ മരുന്ന് ഏതൊക്കെ സിസ്റ്റത്തിലൂടെ പോയിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടോ. അപ്പൊ അങ്ങനെയാകുമ്പോൾ ആ ഏതൊക്കെ സിസ്റ്റത്തെ, ഇപ്പൊ ഒന്നിലധികം സിസ്റ്റത്തെ കൂടെ പോയിട്ടാണ് ആ മരുന്ന് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിലെല്ലാം വർക്ക് ചെയ്യുന്ന ഒരു മെഡിസിൻ നമ്മൾ കണ്ടുപിടിക്കുക. അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഒരു മെഡിസിൻ ഉണ്ടെങ്കിൽ ആ മെഡിസിൻ ഇങ്ങനെയുള്ള കേസിനകത്ത് നമുക്ക് ക്യൂറേറ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് അദ്ദേഹം സാറ് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ. അപ്പോൾ ഓട്ടോമിൻ ഡിസീസിനകത്ത് ഞാൻ പറഞ്ഞ ഈ മരുന്നുകളെല്ലാം, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പ്ലാറ്റിന ആയാലും സെപ്പി ആയാലും ഇതുപോലെ ചൈന ആയാലും ഒക്കെ ഓട്ടോമിൻ ഡിസീസിനകത്ത് റിസൾട്ട് ഉണ്ടാക്കും എന്നുള്ള കാര്യം നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുള്ള കേസാണെങ്കിൽ അതിനകത്ത് കുട്ടികൾ റിസർച്ച് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവയും നേരത്തെ പറഞ്ഞ ഈ ട്രഗ് സെൽസും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇവ ഏതെങ്കിലും രീതിയിൽ ഈ സെൽസിന്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നതുകൊണ്ടാണോ ഇവർക്ക് ഈ ഓട്ടോഇമ്മ്യൂണിറ്റി നമുക്ക് മാറ്റാൻ പറ്റുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാം. മറ്റൊരു മെഡിസിൻ ടിനാസ്പോറ കാർഡിഫോളയാണ്, അതെല്ലാം പിന്നെ ഇതിനകത്ത് ഉപയോഗിക്കാവുന്നതാണ്. മറ്റൊന്ന് ഹൈഡ്രജൻ പെറോക്സൈഡ്, ഇതൊക്കെ അറിയില്ലാത്ത ആൾക്കാർ നോട്ട് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ പിന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. SLEക്കകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്ന് ആഴ്സൈഡാണ്. ആഴ്സൈഡ് സോറിയാസിസിനകത്തും പിന്നെ SLEയിലും അലർജിക് റൈനൈറ്റിസിനും ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അസാഡിറക്റ്റ ഇൻഡിക്ക. അപ്പൊ ഇവിടെയൊക്കെ ഈ നമ്മുടെ ഈ ഓട്ടോഇമ്മ്യൂൺ ഡിസീസിന് ഉപയോഗിക്കുന്ന മെഡിസിൻസിനെല്ലാം നമുക്ക് ഇങ്ങനെ ഒരു റിസർച്ച് സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. റഡാറിൽ ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഒറ്റ മെഡിസിനാണ് ഉള്ളത്, 2 മാർക്കായിട്ടുള്ളത്, അത് കാഴ്സിനോസിൻ ആണെന്നുള്ളത്. ഈ ഓട്ടോഇമ്മ്യൂൺ ഡിസീസിനകത്തുള്ള മയാസം ഏതാണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇമ്മ്യൂണിറ്റി കുറയുന്നതിനുള്ള മയാസം ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എയ്ഡ്സിനുള്ള മെഡിസിൻസ് നോക്കിയാൽ. അപ്പൊ എയ്ഡ്സിന് റഡാറിനകത്ത് പിന്നെ റഡാർ മർഫിയിലാണ്, റഡാറിനകത്ത് പറഞ്ഞിട്ടുള്ള മെഡിസിൻസ് തൂജ, മെഡോറിനം, മെർക്സോൾ, സിഫിലിനം ഇവയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്.
സൾഫറും സുവർണത്തെ കുറിച്ചും പറഞ്ഞിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കാണുന്നത് സൈക്കോട്ടിക് കിങ് ആൻഡ് ക്വീൻ, സിഫിലിറ്റിക് കിങ് ആൻഡ് ക്വീൻ ആണ്. ഞാൻ റെപ്പർട്ടറി ഉപയോഗിച്ചിട്ട് മയാസം കണ്ടുപിടിക്കുന്നതിന്റെ ഒരു ടെക്നിക്ക് ഉണ്ടായിരുന്നു. ഞാനത് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് അറിയുന്നത്. പലപ്പോഴും വെറും നമ്മളിങ്ങനെ ഗസ് വെച്ചിട്ട് സോറയാണോ സൈക്കോസിസ് ആണോ നമ്മൾ തട്ടുകയാണല്ലോ ചെയ്യുന്നത്. പക്ഷെ റെപ്പർട്ടറിയിൽ ഒരു പേഷ്യന്റിന്റെ നമുക്ക് 4-5 സിംറ്റം കൊടുത്തിട്ട് അതിനകത്ത് നമ്മുടെ മയാസ്മാറ്റിക് കിങ് എത്ര വരുന്നു, ക്യൂൻ എത്ര വരുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ കിങ്സ് ആണ്. പിന്നെ സോറന്റെ സൾഫർ വരികയാണ്. സൾഫർ നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ സൾഫർ, മർക്സോൾ, തൂജ ഇവരാണ് അതാത് മയാസിന്റെ കിങ്. ക്യൂന് അതുപോലെ മെഡോർണോ, സിഫിലിനോ, സോറിനോ. അപ്പോൾ ഇവരാണ് ആദ്യം വരുന്നതെങ്കിൽ ആ പേഷ്യന്റ് സോറയ്ക്കാണ്, പ്രൊഡോമിനന്റ്ലി സോറയ്ക്കാണ്. അവരുടെ മയാസം നമുക്ക് മാറ്റേണ്ടത് സോറയാണ്. നമ്മൾ വലിയ ആലോചിച്ചിട്ട് ഇത് സോറയാണോ സൈഫീസ് ആണോ ഒന്നും കൺഫ്യൂഷൻ ആക്കേണ്ട കാര്യമില്ല. ഇവിടെ നോക്ക്, ആ ഓട്ടോമ്യൂൺ ഡിസീസിനകത്ത് വരുന്ന മയാസം അതൊരു ഡിസ്ട്രക്റ്റീവ് ആണല്ലോ. സ്വയം നശിപ്പിക്കുക, കൊല്ലുക എന്നുള്ള പ്രവണത ഉള്ളത് സിഫിലിറ്റിക്ക് അല്ല സൈക്കോസിസും സിഫിലിറ്റിക്കും ചിന്ത വരുന്ന ഒരു കണ്ടീഷൻ. നമ്മളൊരു ക്യാൻസർ വരുമ്പോൾ പ്രോളിഫറേഷൻ വരുമ്പോൾ സൈക്കോസിസ് ആവുന്നു. ആ പ്രോളിഫറേഷൻ അടക്കമുള്ള ആ ഒരു ട്യൂമർ നശിക്കുമ്പോൾ വ്രണമായി മാറുമ്പോൾ അത് സിഫിലിറ്റിക് ആവുന്നു എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഈ ഇതിനകത്ത് ഓട്ടോമ്യൂൺ ഡിസീസിനകത്തുള്ള മയാസം വരുന്നത് നമ്മൾ ഇതുപോലെ സൈക്കോ സിഫിലിറ്റിക് മയാസമാണ് വരുന്നുണ്ടാവുക. അപ്പൊ അതിനകത്തൊന്നും ഈ സൾഫർ 1 മാർക്ക് കണ്ടിട്ടുണ്ട്, സോറിനോ മറ്റുള്ള സാധനങ്ങളൊന്നും പിന്നെ കാണുന്നില്ല എന്നുള്ളതുകൊണ്ട് അവിടെ സോറയല്ല വരിക. ഓട്ടോമ്യൂൺ ഡിസീസിനകത്ത് ഈ ഡിസ്ട്രക്റ്റീവ് എന്നുള്ളത് സിഫിലിറ്റിക് ആയിട്ടുള്ള മയാസ്മാറ്റിക് മെഡിസിൻസ് ആണ് വരിക. നോക്ക്, ഇതൊന്നും നമ്മൾ ഉപയോഗിച്ച് കണ്ടുപിടിച്ചിട്ടുള്ള മരുന്നുകളാണ്. അല്ലാതെ അതിൻ്റെയൊക്കെ ആ ഇൻഡിക്കേഷൻസ് ആ രീതിയിലാണ്. അപ്പൊ ഞാന് മറ്റൊന്ന് അതിനകത്ത് വരുന്ന ആഴ്സാൽവാണ്. അപ്പൊ ഇതിനകത്ത് ഞാൻ പറയുന്നത് വെച്ചാൽ ഞാൻ 1990 മുതൽ ഞാൻ നമ്മുടെ സഞ്ജീവ് ലാസു സാറിന്റെ പിന്നെ സാർ തളിപ്പറമ്പില് അവരൊരു കിൻകിന എന്ന് പറഞ്ഞൊരു മാഗസിൻ ഉണ്ടായിരുന്നു. സഞ്ജീവ് സാർ ഇവിടെ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ സഞ്ജീവ് സാറിന്റെ കിൻകിന എന്ന് പറഞ്ഞിട്ടൊരു മാഗസിൻ ഉണ്ട്. അപ്പൊ ഞാൻ അന്ന് കോളേജ് സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയമാണ്. അപ്പോഴാണ് എയ്ഡ്സിനെ കുറിച്ചിട്ടുള്ള ഈ വ്യാപകമായിട്ടുള്ള പിന്നെ ഇതെല്ലാം പഠനങ്ങളും അതിനെക്കുറിച്ചുള്ള ഇതൊക്കെ വരുന്നത്. രോഗത്തെ കുറിച്ചും രോഗത്തിന്റെ വ്യാപ്തിനെ കുറിച്ചും പേടിപ്പെടുത്തലുകളെല്ലാം വരുന്ന സമയമാണ്. അന്ന് ഞാൻ അതിനെക്കുറിച്ചൊരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് BHMS തേർഡ് ഇയറോ മറ്റോ പഠിക്കുകയാണ്. അന്ന് ഞാൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ പോസിബിൾ ആയിട്ടുള്ള എല്ലാ സിംറ്റംസും എടുത്തിട്ട് അന്ന് മാനുവൽ റെപ്പർട്ടറൈസേഷൻ ആണ്. റെപ്പർട്ടറി ചെയ്തിട്ട് ഞാൻ അന്ന് മെഡിസിൻസ് ഏതാണ്, പോസിബിൾ മെഡിസിൻസ് എന്താണ്. അപ്പൊ ഇങ്ങനെ ഒരു 10 മെഡിസിൻസ് ഉണ്ടെങ്കിൽ ഞാൻ അന്നും നമുക്ക് ഇതുപോലത്തെ റെപ്പർട്ടറി ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഞാൻ അന്നൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ അന്ന് പുസ്തകത്തിനകത്തും ഇതുപോലെ തെറാപ്യൂട്ടിക്സ് എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങള് അപ്പൊ അവര് പറയുന്ന കാര്യങ്ങള് പിന്നെ നമുക്ക് ഇന്നത്തെ പോലെ തെറാപ്യൂട്ടിക്സ് ആയിട്ട് ആ രീതിയിൽ കിട്ടൂല. അപ്പൊ ഞാനത് എന്ന് വെച്ചാൽ ഇപ്പൊ ടൈഫോയിഡ് ആണെങ്കിൽ ടൈഫോയിഡിന്റെ എല്ലാ പോസിബിൾ സിംറ്റംസും എടുത്ത് റെപ്പർട്ടൈസ് ചെയ്തിട്ട് ഒരു 10 മെഡിസിൻ ആ ടൈഫോയിഡ് എന്നുള്ള ടാബ്ലറ്റിന്റെ അടിയിൽ അവിടെ എഴുതി. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഈ 10 എണ്ണത്തിൽ നിന്ന് സെലക്ട് ചെയ്താൽ മതി. അങ്ങനെയാണ് അന്നൊക്കെ ക്ലിയർ ഷോർട്ട് ആയിട്ടുള്ള മെഡിസിൻസ് ഞാൻ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇതിനകത്ത് ഈ ഓട്ടോമ്യൂൺ ഡിസീസിനകത്ത് മാറ്റുന്നതിനകത്ത് മരുന്നിന്റെ ഒപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇതിനകത്ത് അവരവരുടെ മനസ്സിലുള്ള എനിമിറ്റി, ശത്രുതയും നശീകരണ വാസനകളും ദേഷ്യവും നമ്മുടെ ആ പേഷ്യന്റിന്റെ മനസ്സിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് ഓട്ടോമ്യൂൺ ഡിസീസ് മാറ്റാനുള്ള ഏറ്റവും നല്ല തന്ത്രം. അപ്പം ശരി. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓട്ടോമ്യൂൺ ഡിസീസിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കൗൺസിലിംഗ് കൊടുക്കുന്നത് തീർച്ചയായും അവരോട് ചോദിക്കുക. സം പ്രോബ്ലം ഈസ് ദർ. അവരുടെ ഉള്ളിൽ എനിക്കത് ധാരാളം കേസുകൾ കിട്ടിയിട്ടുണ്ട്. നിങ്ങളും അതൊന്ന് ശ്രമിച്ചു നോക്കുക. ഓട്ടോമ്യൂൺ ഡിസീസ് അത് ഏതൊക്കെ ഓട്ടോമ്യൂൺ ഡിസീസ് ആയിക്കോട്ടെ, ഇപ്പൊ സോറിയാസോ നമ്മൾ പറഞ്ഞാൽ വെള്ളപ്പാണ്ടോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇത് ചോദിച്ചു നോക്കുക. നിങ്ങളുടെ മനസ്സിൽ ഒരു യുദ്ധം നടക്കുന്നുണ്ടോ? അത് ചിലപ്പോൾ നമ്മൾ പറഞ്ഞാൽ അമ്മായിമ്മയോടുള്ള യുദ്ധമായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങളായിരിക്കാം. ഇങ്ങനെയുള്ള കുറെ ഇഷ്യൂസ് നിങ്ങളുടെ മനസ്സിൽ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോശങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിക്കും. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾക്ക് ശത്രുക്കളായിട്ട് വരുന്ന ഒരു അവസ്ഥയെത്തും. അങ്ങനെ വരുമ്പോൾ ഈ രോഗം മാറ്റാൻ എലോങ് വിത്ത് അവർ മെഡിസിൻ നിങ്ങൾ പറയാണ്ട് നിരുപാധികം അൺകണ്ടീഷണലായിട്ട് മാപ്പ് കൊടുക്കുക എന്ന് പറയും. അത് ധ്യാനത്തിനൊക്കെ പോകുന്നത് ഞാൻ ചില ആൾക്കാരെ പിന്നെ ഏത് രോഗം മാറ്റ ചില ആൾക്കാർ പറയാറുണ്ട്, പിന്നെ ഡോക്ടറെ എന്നാ പിന്നെ എൻ്റെ നാട് ക്രിസ്ത്യൻ മെജോറിറ്റി മേഖലയാണ്. അപ്പോൾ ഇവർ പറയാറുണ്ട്, സാറേ ഞങ്ങളൊരു കോട്ടയ്ക്ക് ധ്യാനത്തിനും കൂടി പോയാൽ കൊള്ളാം. കെട്ടിയവനും തമ്മിൽ അടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ശരി, എത്ര ദിവസമാണ്? 15 ദിവസം. നന്നായി വരും.
വിട്ടോ. എന്താ കാര്യം എന്ന് വെച്ചാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ രണ്ടും അടി ഉണ്ടാക്കാൻ പറ്റില്ല. രണ്ടിടത്തേക്ക് ഇരിക്കുന്നുണ്ടാവുക. ഈ 15 ദിവസം കൊണ്ട് അതിനിടയ്ക്ക് കുറെ ഉപദേശം കൂടി ഉണ്ടാവും. അപ്പൊ ഇവിടെയൊക്കെ സംഭവിക്കാന്ന് വെച്ചാൽ അവിടെയൊക്കെ പറയുന്നാൽ ഒരു കാര്യം എന്താ വെച്ചാല് ഒരു കണ്ടീഷനിലാണ്ട് നമുക്ക് മാപ്പ് കൊടുത്തേക്കാം. അതിനൊരു വലിയൊരു കാര്യമുണ്ട്. നമ്മള് പിന്നെ നമ്മൾ ചില ആപ്തവാക്യങ്ങളുണ്ടോ, നെവർ ഫോർഗെറ്റ് ബട്ട് ഫോർഗീവ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ വലിയ പോസിറ്റീവ് തിങ്കിങ്ങിന്റെ ഭാഗമായിട്ട് പറയുന്നത് അവൻ നമ്മളോട് ചെയ്തതൊന്നും മറക്കണ്ട, അവനോട് പുറത്തേക്ക് എന്ന് പറയും. പക്ഷെ ഈ മറക്കാതിരിക്കല് വലിയൊരു പ്രശ്നമാണ്. നമ്മൾ നിത്യരോഗിയാക്കാൻ ഈ മറക്കാതിരിക്കുക. എനിക്ക് കുറെ ആൾക്കാർ പൈസ കടം തന്നിട്ട് ഞാൻ കൊടുത്തിട്ട് എനിക്ക് തിരിച്ചിട്ടത്. ഞാൻ ആദ്യമൊക്കെ ഇത് എഴുതി വെക്കുന്നേ, എഴുതി വെക്കുക. പിന്നെ എനിക്ക് നോക്കുമ്പോൾ ഇത് മനഃശാലിയാണ്. ചേട്ടാ ഇവരെ കാണുമ്പോൾ ഇവനോട് അങ്ങനെ ചില അർത്ഥമുണ്ട്. ഇപ്പൊ ചായക്കട ചെന്നിട്ട് ഇവനൊരു 200 രൂപ തരാനുണ്ട്. പിന്നെ ഞാൻ എന്നിട്ട് ചിരിച്ചു കഴിഞ്ഞാല് അവൻ പറയും, സാറേ അന്നത്തെ പനി മാറില്ലായിരുന്നു കേട്ടാ, ഞാൻ അവിടെ കൊച്ചിനെ കൊണ്ട് വേറെ എവിടെയോ പോയി. അവന് 200 രൂപ എനിക്ക് തിരിച്ചു തരാതിരിക്കാനുള്ള എളുപ്പവഴിയാണ്. നാട്ടുകാർ മുഴുവൻ കേൾക്കായിരിക്കും പറയാം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എന്തായിരുന്നു വെച്ചാല് തരുന്നില്ല, അവിടെ എഴുതി വയ്ക്കൽ അവിടെ നിർത്തി. ഞാൻ പറഞ്ഞു ആ അക്കൗണ്ടെല്ലാം കത്തിച്ച് കളഞ്ഞു. ഇനി ആരുടെയും അവിടെ സ്റ്റാഫിനോട് പറഞ്ഞിട്ടുണ്ട് ഒരാളും തരാത്ത കണക്കൊന്നും എഴുതി വെക്കണ്ട. കാരണം ഇത് തരാത്ത കണക്കുകളും നമ്മൾ കടം കൊടുത്തിട്ട് കിട്ടാത്ത കണക്കുകളെല്ലാം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കലുഷമായിക്കൊണ്ടിരിക്കും. നാളെ വേറൊരു ദിവസം, ഇന്നത്തെ ദിവസം ഇന്നത്തെ കൂടി തീർന്നു. ഇത് മറ്റുള്ളവർ നമ്മൾ ഇത് പാഠമാക്കി കഴിഞ്ഞാൽ ആസ് എ ഡോക്ടർ ആയാലും ശരി, നമ്മുടെ ജീവിതത്തിൽ തിരുത്താൻ പറ്റാത്ത കാര്യങ്ങൾ, പല കാര്യങ്ങളും പലരും ചെയ്തിട്ടുള്ള അബദ്ധങ്ങളും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇതൊന്നും നമ്മളെ രോഗിയാക്കാനുള്ള അവസരങ്ങൾ നമ്മൾ കൊടുക്കാതിരിക്കുക. നമ്മൾ പലപ്പോഴും പറയല്ലോ ഒരു പ്രശ്നം കൂടുന്നത് എങ്ങനെ, നമ്മൾ ഉള്ളിൽ വെക്കുന്ന സംഘർഷങ്ങളാണ്. എല്ലാം വിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ ഒരു ആനന്ദ നൃത്തം ചെയ്യുന്ന കോശങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഒരു ആനന്ദ നൃത്തം നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു രോഗവും വരില്ല. ഓട്ടോഇമ്യൂൺ ഡിസീസ് എല്ലാം മാറ്റാനുള്ള ഒരു നല്ല വഴി ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നിർത്താം. താങ്ക് യു. ഹാറ്റ്സ് ഓഫ്. ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായമോ മറ്റെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയട്ടെ. എന്തായാലും തീർച്ചയായിട്ടും എല്ലാവർക്കും പറയാൻ കാണും. കാരണം കുറച്ച് ലോജിക്കലായിട്ടുള്ള ക്ലാസ്സാണ്. എപ്പോഴും തമാശ മാത്രം പോരല്ലോ പോലെ അല്ല, ഒത്തിരി നമ്മൾ ലോജിക്കായിട്ട് ചിന്തിച്ചാണ് നമ്മൾ ഈ ഇന്നത്തെ ക്ലാസ് മനസ്സിലാക്കേണ്ടത്. ഡോക്ടർ ഒത്തിരി ഇത്രയും കഷ്ടപ്പെട്ട് അത് ഇത്രയും രൂപപ്പെടുത്തി എടുക്കണമെങ്കിൽ അതിൽ ഒരുപാട് കഷ്ടപ്പാട് ഡോക്ടറും അനുഭവിച്ചിട്ടുണ്ടാവും. എന്തായാലും മനോജ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, ധനേഷ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. മനോജ് ഡോക്ടറാണ് ആദ്യം ഹാൻഡ് റൈസ് ചെയ്തത്. ഡോക്ടറെ സംസാരിച്ചു. ഡോക്ടർ സ്ക്രീൻ ഓഫ് ചെയ്യാം. എന്തായാലും വളരെ അഭിനന്ദനം. നല്ല രസമുണ്ട്. ആനന്ദ നടനം ആടിടാം എന്ന് പറഞ്ഞാണ് ഡോക്ടർ ഉത്തരം. വളരെ നന്നായിട്ടുണ്ട്. ശരിയാണ്. മാത്രമല്ല ഈ പറഞ്ഞൊരു കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൾക്ക് ശക്തിയിലേക്ക് നമ്മൾ ഇതിനെ ആവശ്യമില്ലാത്ത ചോദ്യം ഉണ്ടാക്കായിരിക്കും. ലെസ് ലഗേജ് മോർ കംഫർട്ട്. വളരെ നന്നായിട്ട് മാത്രം ഡോക്ടറെ ലോജിക്ക് വളരെ ഭംഗിയായിട്ടുണ്ട്. ഡോക്ടർക്ക് ചിലപ്പോൾ സൽപ്പറൊക്കെ വേണ്ടി വരുമായിരിക്കുന്നത്. വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു. താങ്ക് യു സർ. സന്തോഷം മനോജ് ഡോക്ടറെ. അടുത്തത് ധനേഷ് ഡോക്ടറാണ് ഹാൻഡ് റൈസ് ചെയ്തത്. ധനേഷ് ഡോക്ടറെ സംസാരിച്ചു. തികച്ചും നോബൽ സമ്മാനം അർഹിക്കുന്ന ഒരു പ്രസന്റേഷനാണ്. പക്ഷെ നമ്മുടെ ഇടയിൽ മാത്രമേ ഇത് അറിയുള്ളൂ എന്ന് കുഴപ്പം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. യഥാർത്ഥത്തിൽ ഈ നോബൽ സമ്മാനം കൊടുക്കേണ്ടത് എന്തിനാണ്, ഏതിനാണ്? അതായത് ഓട്ടോഇമ്യൂൺ ഡിസീസിന് അലോപ്പതിയിൽ ചികിത്സയില്ല എന്ന് അവർ തന്നെ അവകാശപ്പെടുമ്പോൾ നമുക്ക് ചികിത്സ ഉണ്ടെന്ന് എന്തുകൊണ്ടാണ് പറയുന്നതെന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ ഉത്തരവാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെയാണ് നമുക്ക് നോബൽ പ്രൈസ് കിട്ടാവുന്നത്. ഈ മേഖല വളർത്തിയെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അത് നോബൽ പ്രൈസിൽ കൊണ്ടെത്തിക്കാനാവും. അതിന് നമ്മുടെ അടുത്ത തലമുറ ഇനിയിപ്പോ നമുക്ക് ഏതായാലും പറ്റൂലല്ലോ. നമ്മുടെ അടുത്ത പിള്ളേരുടെ ഉള്ളില് ഒരു തീപ്പൊരി നമുക്ക് കൊടുക്കാൻ പറ്റട്ടെ. അതെ, ഈ തീപ്പന്തം അണയാതെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായും നമ്മളുടെ ഫിലോസഫിക്ക് ആരിലൂടെയെങ്കിലും അതൊരു നോബൽ സമ്മാനമാക്കാൻ പറ്റും. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ പട്ടിണി കിടന്ന് രോഗം മാറ്റിയാൽ പിന്നെ ചികിത്സ വേണ്ടി വരില്ല എന്ന് പറഞ്ഞ ആ ഡോക്ടർക്ക് തന്നെ സംഭവിച്ചത് എന്താണോ അത് തന്നെ ആയിരിക്കും നമുക്ക് സംഭവിക്കുന്നത്. പിന്നെ അബദ്ധത്തിൽ ആരെങ്കിലും തന്നാൽ നമുക്കത് സന്തോഷപൂർവ്വം മേടിക്കാം. ഓക്കെ ധനേഷ് ഡോക്ടറെ, ഞാൻ പറയുന്നത് തീ പന്തം പോരാ, തീ ഗോളമായിട്ട് തന്നെ ഇത് ഉയരട്ടെ എന്ന് നമുക്ക് ആശിക്കാം.
അടുത്തത് നമുക്ക് ഷഫീഖ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഷഫീഖ് ഡോക്ടറെ സംസാരിച്ചു. കേൾക്കാമോ? കേൾക്കാം. കേൾക്കാം. ഡോക്ടറെ, നമ്മൾ ഇതിൽ നിന്നും പഠിക്കുന്ന ഒരു പാഠം എന്താണെന്ന് പറഞ്ഞാൽ ഫർഗീവ്നെസ് ഉണ്ടാകുക. അത് വന്നു കഴിഞ്ഞാൽ ഒരു പരിധി വരെ മിക്കവാറും അസുഖങ്ങൾ ഭേദമാകും. മിക്കവാറും അസുഖങ്ങൾ ഉണ്ടാകത്തുമില്ല. ഇപ്പൊ ഫർഗീവ്നെസ് ഇല്ലാത്തതാണ് നമ്മുടെയൊക്കെ പ്രശ്നം മെയിനായിട്ടും. ഡോക്ടർ പറഞ്ഞതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത് അതാണ്. അപ്പൊ അത് എല്ലാവരും ഉൾക്കൊള്ളാൻ ശ്രമിച്ചാൽ വളരെയധികം നമ്മുടെ ട്രീറ്റ്മെന്റിന് ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഡോക്ടർ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മൾ ആരെങ്കിലുമായിട്ട് ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ അതിനങ്ങ് ക്ഷമിച്ചു കഴിഞ്ഞാൽ അതവിടെ തീരും. നമ്മൾ വാശി മനസ്സിൽ വെക്കുകയും ഈഗോ വെച്ച് പെരുമാറുകയും ചെയ്യുമ്പോൾ നമ്മുടെ അസുഖങ്ങൾ വഷളായിക്കൊണ്ടേയിരിക്കും. പല പേഷ്യൻസേ ആ സത്യം അങ്ങോട്ട് പറയില്ലാന്നേ. അല്ല, ഡോക്ടറെ, ഞാനിത് പല പേഷ്യൻസിനും പിന്നെ പരീക്ഷിച്ച് ഒരുപാട് വിജയം കണ്ടിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ചോദിക്കാറുമുണ്ട് അവരുടെ അടുത്ത്. അപ്പൊ അവര് പറയാ ശരിയാണ് ഡോക്ടർ, ഡോക്ടർ പറഞ്ഞത് ശരിയാണ്. മനസ്സിൽ വിഷമമൊന്നും ഇല്ലാന്നായിരിക്കും അവർ ആദ്യം പറയണത്. പക്ഷെ ചോദിച്ചു വരുമ്പോ അവര് പറയാ ഡോക്ടർ പറഞ്ഞപ്പോഴാണ് അതുണ്ട്. അപ്പൊ ഇതാണ് അവരുടെ ഉള്ളിലുള്ള മെയിൻ പ്രശ്നം. ഈ കണ്ടീഷൻസ് ഈവൻ ഡയബറ്റിസ് വരെ ഹൈ ആവുന്ന സ്റ്റേജ് ഉണ്ടാക്കാറുണ്ട്. നമ്മള് ടൈപ്പ് 1 അത് പറഞ്ഞ പോലെ നമ്മുടെ കോശങ്ങളെ അത് നശിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പൊ അവിടെ എല്ലാം നാശം വരുന്നത്, പലപ്പോഴും നാശം വരുന്ന ഒരു കാരണം ഇതിനൊക്കെ തന്നെയായിരിക്കും. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഇത് എടുത്തു കഴിഞ്ഞാൽ വളരെയധികം റിസൾട്ട് നമ്മുടെ ചികിത്സയിൽ ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ അത് ഡോക്ടർ പറഞ്ഞത് ഞാനൊന്ന് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാവരും കണക്കാക്കണമെന്നൊന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഇതാണെങ്കിലും വളരെ നല്ല ക്ലാസ് ആയിരുന്നു ഡോക്ടർ. ഇതുപോലുള്ള പുതിയ സബ്ജക്റ്റുകളുമായിട്ട് വരിക. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഷഫീഖ് ഡോക്ടർ പറയുന്നത് ഡോക്ടർ അവിടെ പിന്നെ കൈ കാണിക്കുന്നുണ്ട്. അതെ, അതിന് മുമ്പ് പ്രവീൺ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പീതാംബരൻ ഡോക്ടറിലേക്ക് വരാം. ഷഫീഖ് ഡോക്ടർ പറയുന്നത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൽ മാത്രമല്ല, എല്ലാ ഡിസീസിലും ഈ ഒരു നയം സ്വീകരിച്ചാൽ നന്നായിരിക്കും എന്നാണ്. തീർച്ചയായിട്ടും. പ്രവീൺ ഡോക്ടറെ കാണുന്നില്ലല്ലോ. നമസ്കാരം. ഉണ്ട്. ശരി, സംസാരിച്ചോളൂ ഡോക്ടർ. ഇവിടെ തീനെ കുറിച്ചും പന്തത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷേ ഇതിപ്പോ ഡോക്ടർ പറഞ്ഞ മറ്റൊരു കാര്യം, ഇതിനോടൊപ്പം തന്നെ ഫിസിക്സിൽ ഉണ്ടായിട്ടുള്ള ഒരു നോബൽ സമ്മാനം ഉണ്ടായ ഒരു കാര്യം, ഇതെല്ലാം ഹോമിയോപ്പതിയായിട്ട് ഇണങ്ങി ചേരുന്നതാണ്. ക്വാണ്ടം സെഞ്ചുറിയാണ് നമ്മൾ ഈ വർഷം ആഘോഷിച്ചത്. ഇപ്പം ലൈറ്റ് എന്നുള്ളത് വേവ് ആയിരുന്നു എന്നുള്ളതാണ് കൺസെപ്റ്റ് ഉണ്ടായിരുന്നത്. പക്ഷേ ഐൻസ്റ്റീൻ മാറ്റി പറഞ്ഞുകൊണ്ട് അത് പാർട്ടിക്കിൾസ് ആണെന്നും ആ പാർട്ടിക്കിൾസിന് വീണ്ടും ചെറിയ രൂപത്തിലേക്ക് ആണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് ഹോമിയോപ്പതി കെമിസ്ട്രി വെച്ച് മനസ്സിലാക്കുന്നതിനേക്കാളും ഫിസിക്സ് വെച്ച് മനസ്സിലാക്കേണ്ട ആവശ്യകത ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ പല രംഗങ്ങളിലൂടെ നോബൽ പ്രൈസ് വാങ്ങിയ ആൾക്കാർ ഹോമിയോപ്പതിയുടെ അന്തരാത്മാവ് അറിയാതെ തന്നെ ശരിവെക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ മനോജ് ഡോക്ടർ പറഞ്ഞ പോലെ ഹോമിയോപ്പതി ഡോക്ടർമാർ ഇത്തരത്തിലുള്ള ശാസ്ത്രജ്ഞന്മാരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ശക്തമാക്കുമ്പോൾ പലപ്പോഴും പാലങ്ങൾ പണിയാൻ കഴിയും. കഴിഞ്ഞ ദിവസം കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ഈ പറയുന്ന ക്വാണ്ടം സെഞ്ചുറി ആയിട്ട് ബന്ധപ്പെട്ടൊരു എക്സിബിഷൻ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരായിട്ട് ഈ കാര്യം സംസാരിക്കാൻ കഴിഞ്ഞു. അപ്പം ഇത്തരത്തിലുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും സന്തോഷം തരികയും ഭാവി ശുഭമാണ്. കാരണം നമ്മൾ പാലങ്ങൾ പണിയുകയാണെങ്കിൽ പാലങ്ങൾ ഉണ്ടാകട്ടെ, വെളിച്ചമുണ്ടാകട്ടെ, തീപിടുത്തമൊന്നും ഉണ്ടാവണ്ട. വെളിച്ചം അവനവൻ്റെ ഉള്ളിലുണ്ടാവുമ്പോൾ, ഉൾവെളിച്ചം ഉണ്ടാകുമ്പോൾ അന്ധകാരങ്ങളാകുന്നോളൂ. അന്ധകാരം മാറും. ഉൾവെളിച്ചം അവനവൻ്റെ ഉള്ളിലാണ് ഉണ്ടാവേണ്ടത്. ശത്രുത ഉണ്ടാവുന്നിടത്ത് സ്നേഹമില്ലാതെ ആവുമ്പോഴാണ് ശത്രുത ഉണ്ടാവുന്നത്. ശത്രുത മാറി സ്നേഹമാവുന്നു, രണ്ടും ഒന്നാണ്. മറ്റൊന്ന് ഡോക്ടർ ഹാനിമാൻ ബോർഗനോണിൽ പറയുന്നത് ഇമാജിനേഷനെ കുറിച്ച് പറഞ്ഞത്. ഇമാജിനേഷൻസ് ആണ് സിവിയർ ഡിസീസ് ഉണ്ടാക്കണമെന്നും ആ ഇമാജിനേഷൻസ് ഡൈനാമിക് ലെവലിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ഓട്ടോഇമ്യൂൺ ഡിസീസുകൾ പോലത്തെ അസുഖങ്ങൾ മാറുന്നുള്ള ഫുട് നോട്ടിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് ഡെലൂഷൻസ് ഫ്രാങ്ക് സിഫിലിറ്റിക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഡെലൂഷൻസിനും ഡെലിറിയത്തിനും വളരെ പ്രാധാന്യമുണ്ട് എന്നും
അത് പ്രായോഗികമായിട്ട് ഉൾക്കൊണ്ട് ചികിത്സിക്കുമ്പോൾ റിസൾട്ട് ഫാർ ബെറ്റർ ആണ്. ഓക്കെ പ്രവീൺ ഡോക്ടറെ, നമുക്ക് സമയക്കുറവുണ്ട്. ഡോക്ടർ പറഞ്ഞത് വളരെ പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. അടുത്തത് പീതാംബരൻ ഡോക്ടർക്ക് ഒരു കുറച്ച് സമയം കൊടുക്കാം. നമ്മളെ സമയം കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോ. പീതാംബരൻ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ പെട്ടെന്ന്. അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇട്ടിട്ടുണ്ടല്ലോ. സാർ അൺമ്യൂട്ട് ആയിട്ടില്ല പീതാംബരൻ സർ. അൺമ്യൂട്ട് ആയില്ല. ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്തേ ഡോക്ടറെ. അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇട്ടതാണല്ലോ. സാർ ആ മൈക്ക് പോലുള്ള ഓപ്ഷൻ ഉണ്ടാവും അവിടെ. ഒന്ന് പ്രസ് ചെയ്ത് അൺമ്യൂട്ട് ചെയ്യാമോ? ഒന്ന് പ്രസ് ചെയ്ത് അൺമ്യൂട്ട് ചെയ്യൂ ഡോക്ടർ. ആ മൈക്ക് സിമ്പലിൽ ഒന്ന് പ്രസ് ചെയ്ത് അൺമ്യൂട്ട് ചെയ്തേ. 2 സിമ്പലുള്ളത് മ്യൂട്ട് ആയിട്ടില്ല. സാറ് പറഞ്ഞ കേൾക്കുന്നില്ല അതുകൊണ്ട്. അല്ല, എന്തോ റേഞ്ച് കുറവുണ്ടോ, സ്റ്റക്കായിരിക്കുന്ന പോലെ. പീതാംബരൻ ഡോക്ടർ ക്ഷമിക്കുക, സമയം കുറവുണ്ട്. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഡോക്ടർക്ക്. റേഞ്ച് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, സ്റ്റക്കായിരിക്കുകയാണ്. അപ്പൊ എന്തായാലും TG മനോജ് കുമാർ ഡോക്ടർ അടുത്ത് തന്നെ ഡോക്ടർ നജീബ് ഇരിപ്പുണ്ട്. ഡോക്ടർ നജീബിനെ മനോജ് കുമാർ ഡോക്ടർക്ക് നന്ദി പറയുന്നതിനും അഭിപ്രായം പറയുന്നതിനുമായിട്ട് ക്ഷണിക്കുകയാണ്. സമയക്കുറവുണ്ട്. അതുകൊണ്ട് പീതാംബരൻ ഡോക്ടർക്ക് അടുത്ത അവസരത്തിൽ നമുക്ക് കൊടുക്കാം. അൺമ്യൂട്ട് ചെയ്തേ ഡോക്ടറെ. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുമോ നോക്ക്? നിങ്ങൾ എവിടുന്ന് അൺമ്യൂട്ട് എന്തെങ്കിലും ഞാൻ അൺമ്യൂട്ട് ഓപ്ഷൻ ഇട്ടിട്ടുണ്ട്. ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ ശരിയായി. ഒടുവിൽ ഞാൻ അൺമ്യൂട്ട് ചെയ്തു. ഓക്കെ. മനോജ് എപ്പോഴും ഒരു അത്ഭുത മനുഷ്യനാണ്. മനോജ് ഒരുപാട് വൈവിധ്യമാർന്ന മേഖലയിൽ കൈവച്ച ആളാണ്. ഒരു ഡോക്ടർ എന്നുള്ള അപ്പുറത്ത് ഞാൻ മനോജിന്റെ വീട്ടിൽ പോയപ്പോൾ പാമ്പ് കടിയേറ്റ ആളുകളൊക്കെ അവിടെ വന്നിട്ട് വരി നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ ഹോമിയോപ്പതിയിൽ ഇത്തരം കേസുകൾ പോലും നമ്മൾക്ക് എടുക്കാൻ പറ്റുന്നുള്ള ഹോമിയോപ്പതിയുടെ സ്കോപ്പിന്റെ ഒരു വ്യാപ്തിയിലേക്ക് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരാളാണ് മനോജ്. അദ്ദേഹം ഇപ്പം കഴിഞ്ഞ ആഴ്ച മലയാള ഭാഷയിൽ അല്ലെങ്കിൽ ടേബിൾ ടെന്നീസിന്റെ കോർട്ടിലാണ്, അവിടെയും ഏറ്റവും മിടുക്കനാണ്. പുസ്തകങ്ങൾ എഴുതുന്നു, പരിഭാഷകൾ ഉണ്ടാവുന്നു. പക്ഷെ എല്ലാം ചെയ്യുമ്പോൾ അതിന്റെ ഏറ്റവും ബെസ്റ്റ് ഇന്നത്തെ ക്ലാസ് തന്നെ നമ്മൾ ശ്രദ്ധിച്ചത് നല്ല ആഴത്തിലുള്ള ഒരു എക്സ്പ്ലോറേഷൻ അതിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, വളരെ സരസമായിട്ട്, വളരെ ലളിതമായിട്ട്, വളരെ സിമ്പിളായിട്ട് നമുക്കിത് പറഞ്ഞു തരാനുള്ള ഒരു സിദ്ധി അദ്ദേഹത്തിനുണ്ട്. അതിന് പ്രത്യേകിച്ച് മനോജ് ഡോക്ടറുടെ അടുത്ത് നന്ദി പറയുകയാണ്. IFPH പ്രത്യേകിച്ച് ഇത് മൗലികമായ ക്ലാസ്സുകളാണ്. വളരെ എന്താ പറയുക, നമ്മൾ എല്ലായിടത്തും കേൾക്കുന്ന ക്ലാസ്സുകളൊന്നും അല്ല. ഇത് നോബൽ പ്രൈസ് കിട്ടിയ എന്താ പറയാ ഒരു വിഷയത്തെ ഹോമിയോപ്പതിയുടെ ഒരു തൈമസ് ഗ്ലാൻഡുമായിട്ട് കണക്ട് ചെയ്യും. ആ തൈമസ് ഗ്ലാൻഡ് നമ്മൾ നോസോഡ് അല്ലെങ്കിൽ സാർക്കോഡ് ആയിട്ടില്ല എന്നുള്ളിടത്താണ് നമ്മുടെ മുമ്പിൽ ഒരു വലിയൊരു സ്കോപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ക്ലാസ്സിനപ്പുറത്ത് ഒരു സ്റ്റെപ്പിലേക്ക് നമ്മൾ പോവാണ്. അപ്പം ആ ഒരു സ്റ്റെപ്പ് ഏറ്റെടുത്ത് നമ്മൾ മുമ്പോട്ട് പോവുക, ഇത്തരം മൗലികമായ ചിന്തകൾ വരിക. താങ്ക് യു സോ മച്ച് ഫോർ എവരിബഡി ലിസണിങ് ടു ദിസ്. താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷം. നജീബ് ഡോക്ടർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എന്തായാലും മനോജ് ഡോക്ടറുടെ വളരെ നല്ല മനോജ് ഡോക്ടർ പറഞ്ഞത് ഈ അതിന്റെ നോസോഡുണ്ട്, SBLന്റെ റെക്കോക്കിന്റെ നോസോഡുണ്ട്, അതിന്റെ മെറ്റീരിയൽ മേടിക്കുകയും കൊടുക്കുന്നുണ്ട്. പോയി സെർച്ച് ചെയ്യുക, ChatGPT പോയി സെർച്ച് ചെയ്യുക. അതിന്റെ നോസോഡുണ്ട്. SBLനും റെക്കോക്കിനും നോസോഡ് കാണിക്കുന്നുണ്ട്. ഫുള്ള് നോക്കണം സാറേ. ഞാൻ പറഞ്ഞില്ല ഗ്രൂപ്പിനകത്ത് തൈമസ് എന്ന് പറഞ്ഞ പിന്നെ ഈ പ്ലാന്റ് ഉണ്ട്, 2 പ്ലാന്റ് അല്ല അവര് എടുത്തു പറയും. സെർച്ച് ചെയ്യാം. ഓക്കെ പീതാംബരൻ ഡോക്ടറെ, വളരെ സന്തോഷം. അത് നമ്മളെ ക്ലാസ് ഒന്ന് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. മനോജ് ഡോക്ടർക്ക് നന്ദി മാത്രമല്ല, എല്ലാവിധ ആശംസകളും. ഇനി ഇതുപോലുള്ള
ഒരു വിഷയങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് ലോജിക്കലായിട്ടുള്ള അല്ലാത്ത എല്ലാ ക്ലാസ്സുകളുമായിട്ട് വീണ്ടും IFPH പ്ലാറ്റ്ഫോമിൽ വരണം എന്ന് താല്പര്യപ്പെട്ടുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു.